ഓക്കെ, സോ വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ ദ ഡെറിവേഷൻ. അവിടെ പകുതിക്ക് വെച്ച് കട്ടായി പോയതാണ്. അതായത് ഞാൻ പറഞ്ഞു നിർത്തി ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെയായിരുന്നു. അതായത് മൈനസ് ലാംഡ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്ത് എന്തായാലും ലാംഡ ഇറ്റ്സ് എ വെരി കോൺസ്റ്റൻറ്റ് വാല്യൂ. അതെന്തായാലും ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന് അതൊരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ആയിരിക്കും. ഇറ്റ് വിൽ ബി എ പെർട്ടിക്കുലർ വാല്യൂ. എന്തായാലും അത് പുറത്ത്. ഇൻ്റഗ്രൽ ഇത് ഡി ടി നമുക്കറിയാം. ഇൻ്റഗ്രൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. ഇനിയിപ്പോൾ ഒരു ലിമിറ്റ്സ് 0 to t എക്സ് ഉണ്ടെങ്കിലോ എക്സ് ഇട്ട് കൊടുക്കും 0. സോ എക്സ് മൈനസ് 0 ഈക്വൽ ടു എക്സ് എന്ന് വരും. അതേപോലത്തെ ഇവിടുത്തെ കേസിൽ ഇവിടെ ഇപ്പോൾ ഇൻ്റഗ്രൽ ഡി ടി ടി വരും. പിന്നെ ഇവിടെ എന്ത് വരും? അതായത് ഇൻ്റഗ്രൽ ഡി ടി ഇസ് ഈക്വൽ ടു ടി. ഇത് ലിമിറ്റ് 0 to t ആകുമ്പോൾ എന്താ ലിമിറ്റ് ഇട്ട് കൊടുക്കുക 0-ഉം t-യും. സോ ടി മൈനസ് 0 ഈക്വൽ ടു ടി തന്നെ. അപ്പോൾ മൈനസ് ലാംഡ ഇൻറ്റു ടി എന്ന് വരും. ഇതാ അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആൻസർ എന്താന്ന് മൈനസ് ലാംഡ ഇൻറ്റു ടി. പിന്നെ അതേപോലെ ഇവിടെ എൽ എൻ ലോണല്ല വന്നത്. ലോൺ എന്താണ് n0 മൈനസ് ലോൺ n. അതായത് ലോൺ എന്താണ് ലോൺ n വിത്ത് ലിമിറ്റ്സ് n to n0 ആണ്. സോ ലോൺ n0 മൈനസ് ലോൺ n. ഇതറിയാം നമുക്ക്. അതായത് ലോൺ എ മൈനസ് ലോൺ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ എ ബി. ഇതിന് ആക്ച്വലി നിങ്ങൾ വിചാരിക്കേണ്ട എന്തൊരു വ്യത്യാസം വായിക്കുന്നില്ല ഒരു പ്രൊണൗൺസിയേഷനിൽ. അതായത് LAWN ലോൺ എന്നാണ് പൊതുവേ ഈ നാച്ചുറൽ ലോഗിനെ വായിക്കുക. അതായത് ഇതിനെ ലോഗ് എന്നാണ്, ഇതിങ്ങനെയാണ് നമ്മൾ ലോഗ് എന്ന് വായിക്കുക. ഇതിനെ നമ്മൾ പൊതുവേ ലോൺ എന്ന് പറഞ്ഞിട്ടാണ് വായിക്കുക. വി സേ ദിസ് ഇസ് ദ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഇൻ മാത്തമാറ്റിക്കൽ ടേംസ്. ലോൺ എന്നാണ് വായിക്കുക. സോ ലോൺ n0 അതായത് ലോൺ എ മൈനസ് ലോൺ ബി. ലോൺ എ മൈനസ് ലോൺ ബി ഈസ് ഈക്വൽ ടു ലോൺ എ ബൈ ബി. ഇതെന്താണ്? ഇത് ലോഗാറിതമിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ലോഗാറിതം. ലോൺ n0 ബൈ n ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ചെയ്ത പോലെ മൈനസ് കെ ടി അല്ല മൈനസ് ലാംഡ ടി. ഇനി ഒരു കാര്യം ചെയ്യുക. ഇവിടെ ലോണിങ്ങനെ കിടക്കുന്നൊരു സുഖമില്ല. ലോണിൻ്റെ ശത്രുവായിട്ടില്ല നമുക്ക് എക്സ്പോണൻറ്റിനെ കയറ്റിയിടുക. എക്സ്പോണൻറ്റിൻ്റെ ശത്രുവാണ് ലോഗാറിതം. ലോഗാറിതമിൻ്റെ ശത്രുവാണ് എക്സ്പോണൻറ്റ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണ്. ഡിഫറൻസിയേഷൻ ഇൻവേഴ്സ് ആണ് ഇൻ്റഗ്രേഷൻ ഇൻവേഴ്സ് ആണ്. മറ്റേ ഇൻ്റഗ്രേഷൻ ഇൻവേഴ്സ് ആണ് ഡിഫറൻസിയേഷൻ. ഇവർ രണ്ടുപേരും ഒരേ ഫംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കീരിയും പാമ്പിനെ പോലെ രണ്ടും കൂടി അടിച്ചു പോയി. അതായത് കീരിയും പാമ്പ് എപ്പോഴും ഭയങ്കര എന്താണ്, മംഗൂസ് ആൻഡ് ദ കോബ്ര ദേ ആർ വെരി ബാഡ് എനിമീസ്. അതായത് ഇ റൈസ് ടു ലോൺ എക്സ് ബൂം. ഈ ലോണും എക്സ്പോണൻറ്റ് രണ്ടും കൂടി ഇൻവേഴ്സ് ഫംഗ്ഷൻസ് വന്ന സ്ഥിതിക്ക് രണ്ടും കൂടി കട്ടായി പോയിട്ട് ഇവിടെ എന്താണ് എക്സ് ബാക്കിയില്ല അത് മാത്രം ബാക്കിയാവും. അതേപോലെ ലോൺ ഓഫ് ഇ റൈസ് ടു എക്സ് ആണെങ്കിലോ അപ്പോൾ ഇതും കട്ടായി പോയിട്ട് ഇവിടെ ഫൈനലി എക്സിൻ്റെ എന്താണ് ആൻസർ അവിടെ എക്സ് ആയിട്ട് ബാക്കി വരും. അതാണ് ഞാൻ പറഞ്ഞത്. ദീസ് ടു ആർ വെരി ടെറിബിൾ റൈവൽസ്. അതേപോലെ ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ഇവർ രണ്ടുപേരും കീരിയും പാമ്പാണ്. ഈ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രൽ രണ്ടും അടിച്ചിട്ട് ലാസ്റ്റ് എഫ് ഓഫ് എക്സ് മാത്രമായിട്ട് പുറത്ത് വരും. അതേ സ്ഥിതി അതാണ്. ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എപ്പോഴും ഒരേ ഇതിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടിരിക്കാൻ പറ്റില്ല. രണ്ടും കൂടി അടിച്ച് പിരിഞ്ഞു പോകും. എന്നിട്ടാണ് ഇവിടെ എന്താണോ ബാക്കിയുള്ളത് എക്സ് മാത്രമായിട്ട് തിരിച്ചു വരും. അതേപോലെ അപ്പോൾ എന്ത് ചെയ്യുക? ഇതിപ്പോൾ നമ്മൾ എന്തായിരുന്നു ആൻസർ? അപ്പോൾ നമുക്ക് ഈ ലോഗിന് എങ്ങനെയെങ്കിലും ഇതിനെ അടിച്ച് വിരിയിപ്പിക്കണം. ആക്ച്വലി ഇവിടെ n0 to n ആയിരുന്നു. ഓക്കെ n0 to n ആണ്. അതായത് n0 തുടങ്ങിയിട്ട് n വരെയാണ്. അപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസമായിട്ട് ലിമിറ്റിൽ n0 to n എന്ന് പറയുമ്പോൾ ഇത് ലോൺ n മൈനസ് ലോൺ n0. സോ ലോൺ n ഡിവൈഡഡ് ബൈ n0. അപ്പോൾ ലോൺ n ബൈ n0 ആണ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി. ഒരു കാര്യം ചെയ്യുക. രണ്ട് സൈഡിൽ നമുക്ക് ടേക്കിംഗ് എക്സ്പോണൻ്റ് ഓൺ ബോത്ത് സൈഡ്സ് ഇ റൈസ് ടു ലോൺ n ബൈ n0. ഒരു സൈഡിൽ മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു സൈഡിൽ എടുക്കുന്ന അപ്പുറത്ത് കൊടുക്കണം. ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ രണ്ടും തമ്മിൽ കീരിയും പാമ്പ് അടിച്ച് വിരിഞ്ഞു പോയി. ഇവിടെ എന്താ ബാക്കിയുള്ളത്? n ബൈ n0 ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലോൺ ഇ റൈസ് ടു മൈനസ് ലോൺ എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. അപ്പോൾ ഇത് എന്നിൻ്റെ ടേംസിൽ ഏതാ? n ഇസ് ഈക്വൽ ടു n0 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. ദിസ് ഇസ് വാട്ട് വി കോൾ സോഡി-ഫജാൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ഇതാണ് സോഡി-ഫജാൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇതല്ല നമ്മുടെ ഡെറിവേഷൻ. ഇതാണ് ശരിക്കും നമ്മുടെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഞാനിത് പറയാൻ കാരണം ഇവിടെ നിന്നാണ് ആക്ച്വലി ഇതിൻ്റെ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ ആക്ച്വലി നല്ല പ്രസക്തിയുണ്ട്. നമ്മൾ ഒരു സ്റ്റെപ്പിലെത്തുമ്പോൾ ഇതിൻ്റെ dn ബൈ
ഡി ടി എന്ന് പറയുന്നൊരു സ്റ്റെപ്പ് ചെയ്യും. ഏത്? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സാധനത്തിൻ്റെ ഡിഫറൻസിയേഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡെറിവേഷൻ ആദ്യം ചെയ്തത്. സോ ദിസ് ഈസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് ജസ്റ്റ് അത് വെച്ച് തുടങ്ങിയപ്പോൾ ഇവിടുന്ന് എന്തിനാണ് തുടങ്ങുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ മെല്ലെ മെല്ലെ ഓരോ ലെവൽ ഒരു ആലോചിച്ചാൽ മതി. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത ലെവൽ, ഈ ലെവൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടത്തേക്ക് വരുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഡെറിവേഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തുടക്കത്തിൽ തന്നെ ഡെറിവേഷൻ അല്ല. നമുക്ക് അതിൻ്റെ മുമ്പ് കുറച്ച് റിലേഷൻസ് ഡിറൈവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒരു തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായാലേ നമുക്ക് മുന്നോട്ടുള്ള ശരിക്കും ഡെറിവേഷൻ എത്തുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. സോ ഹാഫ് ലൈഫ് എന്നുള്ള കോൺസെപ്റ്റാണ്. അതായത് ബേസിക്കലി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സാൻഡ്വിച്ച് ഉണ്ട്. സാൻഡ്വിച്ചിനെ കൺസിഡർ എ സാൻഡ്വിച്ച് വിത്ത് സാൻഡ്വിച്ചാണ്. അപ്പോൾ സാൻഡ്വിച്ചിൽ സാൻഡ്വിച്ച് എന്ന് പറയുന്നത് ഒരു എങ്ങനെയാണ് ഷേപ്പ് ഉണ്ടാവുക? ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. ഇങ്ങനെ ഒരു മുകളിലൊരു ഇതുണ്ടാവും, അതിൻ്റെ താഴെയും ഒരു ഇതുണ്ടാവും, പിന്നെ അതിൻ്റെ ഇടയിൽ ഫില്ലിങ്സ് ഉണ്ടാവും. ഇതാണല്ലോ സാൻഡ്വിച്ച്. അപ്പോൾ ഈ സാൻഡ്വിച്ച് ബേസിക്കലി പകുതിയാവാൻ എടുക്കുന്നൊരു സമയം ഉണ്ടാവില്ല. ഞാനതിനെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് തിന്ന് എന്തായിപ്പോൾ ഈ പകുതിയായിപ്പോൾ ബിക്കംസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ കണ്ടൻറ്റ്. ആ പകുതി അവൻ എടുക്കുന്ന ടൈമിനാണ് നമ്മൾ ഹാഫ് ലൈഫ് അല്ലെങ്കിൽ ടി ഹാഫ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ടൈം ടേക്കൺ ഫോർ എ സബ്സ്റ്റൻസ് ടു റീച്ച് ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. ഇനീഷ്യലായിട്ട് എത്രയാണ് ഉണ്ടായിരുന്നത്? ഇത് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിലും പഠിക്കുന്നതാണ്. അതേ സാധനം തന്നെ. ഈ കെമിക്കൽ കൈനറ്റിക്സിന് ഒരുപാട് ടേംസിന് ഇതുമായിട്ടൊരു അനലോജി ഉണ്ട്. ഒരു ഒരു അനലോഗ് ഉണ്ട് ബേസിക്കലി. അവിടെ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെയും സെയിം ആയിട്ട് വരുന്നുണ്ട്. ഹാഫ് ലൈഫ് ആദ്യം പഠിച്ചിട്ടുണ്ട്, ഇവിടെയും പഠിക്കുന്നുണ്ട്. മറ്റേ ഈ പറയുന്ന ഈ ഒരു ഡെറിവേഷനൊക്കെ ആദ്യം നമ്മൾ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. കെമിക്കൽ കൈനറ്റിക്സിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റിൻ്റെ ഒക്കെ ഡെറിവേഷനിലെ കെ കണ്ടുപിടിക്കുന്നതിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ് ഇതൊക്കെ. സോ ഇറ്റ് ഈസ് ടി ഹാഫ് ഇസ് ദ എമൗണ്ട് ഓഫ് ടൈം, ഹാഫ് ലൈഫ് ഇസ് ദ എമൗണ്ട് ഓഫ് ഇറ്റ് ഈസ് ദ ടൈം ഇൻ്റർവെൽ ഡ്യൂറിങ് ഹാഫ് ഓഫ് ദ ആറ്റംസ് ഓഫ് ദ ഗിവൺ റേഡ്. അവിടെ നമ്മൾ സബ്സ്റ്റൻസ് എന്ന് പറയുക, ഇവിടെ നമ്മൾ റേഡിയോ ആക്ടിവിറ്റീൻ്റെ ടേംസ് പറയുന്നുണ്ട്. അതിൻ്റെ ഡെഫിനേഷൻ ചെറുതായിട്ടൊന്ന് സെയിം, നമ്മൾ ആ ലോജിക്ക് സെയിം തന്നെ, പക്ഷേങ്കിൽ ഡെഫിനേഷനിൽ ആ റേഡിയോ ആക്ടിവിറ്റീൻ്റെ ടേമിനൊന്ന് കയറ്റി കൊടുക്കണം. ദ ടൈം ഇൻ്റർവെൽ ഡ്യൂറിങ് വിച്ച് ഹാഫ് ഓഫ് ദ ആറ്റംസ് ഓഫ് ദ ഗിവൺ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ ഡി കെ ഇസ് കോൾഡ് ഹാഫ് ലൈഫ്. റേഡിയോ ആക്റ്റീവ് സാമ്പിൾ ഡി കെ അതിൻ്റെ പകുതി, അതായത് ആറ്റംസ് അതിലുണ്ടാവും, ആ ആറ്റംസ് പകുതി അവൻ എടുക്കുന്ന ടൈമിനാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് അതിന് ആ ടി ഹാഫിൻ്റെ ഒരു ഇക്വേഷൻ വേണം. സോ അതിന് വേണ്ടിയിട്ട് ഈ സോഡി ഫജാൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ഞാൻ എടുക്കണം. അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് n=n0 e⁻⁻λT. ഒരു കാര്യം ചെയ്യാം, n=n0/2. അതായത് നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഇപ്പോഴത്തെ സാധനം ഇനീഷ്യലിൻ്റെ പകുതി അവൻ എടുക്കുന്ന ഒരു അവസ്ഥ. n എന്തായി മാറി? n0/2. n0 ആണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത്, അതിൻ്റെ പകുതിയായി ഇപ്പോൾ n0/2, പകുതി n0/2. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ടൈം അപ്പോൾ എന്തായി മാറും? t=t ഹാഫ്. അതങ്ങനെ വരുന്നത്, അത് നമ്മുടെ ഡെഫിനിഷൻ എന്നാണ് വരുന്നത്. അതായത് ടൈം ഇൻ്റർവെൽ വിച്ച് ഹാഫ് ഓഫ് ദ ആറ്റംസ്. ഇത് ഹാഫ് ആകുമ്പോൾ ടൈമും എന്തായി മാറും? ആ ടൈമിനെ സ്പെസിഫിക് ടൈമിനാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ വരുന്നതുകൊണ്ടാണ് ഈ ടി ഹാഫായി മാറിയത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, n=n0 e⁻⁻λT. അപ്പോൾ ഈ n0 ഇവിടെ തന്നെ എടുക്കട്ടെ. ഈ n നമുക്ക് മാറ്റിയിട്ട് n0/2 എന്നാക്കാം. അതാണ് നമ്മളെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ. n0 e⁻⁻λ. ഇവിടെ ടീന് പകരം എന്താക്കണം? ടി ഹാഫ് എന്നാക്കണം. അത്ര വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ആ ടീനെ ടി ഹാഫ് ആക്കും, കാരണം ടൈം ഇവിടെ ഹാഫ് ലൈഫാണ്. ഇവിടെ രണ്ടുപേര് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? n0 കട്ട്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഉണ്ട്, e⁻⁻λT ഹാഫ്. ഞാൻ പറഞ്ഞ പോലെ ഇത് വീണ്ടും പ്രശ്നമായി. നമുക്ക് ഈ എക്സ്പോണൻ്റ് എന്നെല്ലാം പറയുന്നത് ഭയങ്കര ചൊറ പിടിച്ച സാധനം. എക്സ്പോണൻ്റ്, ലോഗ്, അല്ല ഡിഫറൻസിയേഷൻ, ഇങ്ങനൊന്നും ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കണ്ടെങ്കിൽ ഇങ്ങനൊന്നും വെച്ചിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എക്സ്പോണൻ്റ് പോകണ്ടെങ്കിൽ ഇനി ഇയാളെ ഏറ്റവും വലിയ ശത്രുവിനെ തന്നെ വിളിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ലെറ്റസ് കോൾ ദ ബിഗസ്റ്റ് എനിമി ഓഫ് എക്സ്പോണൻ്റ്, ദാറ്റ് ഈസ് ലോഗ്. ലോഗിന് നമുക്ക് കളിയിലേക്ക് കയറ്റേണ്ടത്. ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യുന്ന മുമ്പ് ഒരു കാര്യം ചെയ്യുക. ഇവിടെ ആക്ച്വലി 2 എന്ന് എഴുതുന്നുണ്ട്. 1/2 അങ്ങനെ 2 എന്നായിരുന്നാൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. ഇതും പ്യൂർലി മാത്തമാറ്റിക്സ് ആണ്. എനിക്കിതിൻ്റെ പിന്നിലുള്ള മാത്തമാറ്റിക്സ് ഇങ്ങനെ കാണുന്നുണ്ട് വ്യക്തമായിട്ട്. അതുകൊണ്ട് ആ സ്റ്റെപ്പ് കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിപ്പോൾ ഒരു മൈനസ് ആണല്ലോ. എനിക്കൊരു കാര്യം ചെയ്യും, 1/2 e⁻⁻λT 1/2 (1). ഈ മൈനസ് എന്ന് വെച്ചാൽ -1 ആണല്ലോ, അതിൻ്റെ -1 ആണ്. അതെന്തുകൊണ്ട് എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നത്? നോ.
അയ്യോ ഇതിന് വേദനിച്ചോളി. സോ അതായത് a⁻m n, അതായത് ഒരു പവറിൻ്റെ മുകളിൽ വേറൊരു പവറുണ്ട്, എനിക്ക് a⁻m എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് അപ്പോൾ പവർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ആ പവറിൻ്റെ മുകളിലത്തെ പവറായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അതായത് e−1 ഇൻറ്റു ലാംഡ t½ എന്നാണെങ്കിൽ ഇതൊരു ടേം, ഇത് വേറൊരു ടേം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പവർ അതിൻ്റെ മുകളിലത്തെ പവറായിട്ട് -1 എഴുതാം. അങ്ങനെയാണ് e⁻λ t1/2 അതിൻ്റെ (−1) എന്ന് പറഞ്ഞിട്ട് വന്നത്. ഇനി ഒരു കാര്യം ചെയ്യുക, ഇനി ടേക്കിംഗ് മറ്റേ -1 എനിക്ക് -1 എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സൈഡിലും ഇതിൻ്റെ മുകളിലത്തെ ഒരു പവറായിട്ട് വീണ്ടും ഒരു -1 എടുത്ത്. അപ്പോൾ എനിക്ക് ഒരു സൈഡിൽ മാത്രമായിട്ട് എടുക്കാനാവില്ല. എനിക്ക് ഇവിടെ എനിക്ക് ഈ മൈനസ് കാണുമ്പോൾ ഒരു സുഖമില്ല. കാരണം മൈനസ് ഒരു അത്ര വി ഡോണ്ട് ലൈക്ക് ദിസ് നെഗറ്റിവിറ്റി. അവർ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി വരട്ടെ. എന്താണ് ഈ നെഗറ്റീവ് വെച്ചിട്ട് നമ്മൾ എന്തിനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും ഇതിനെ പോസിറ്റീവ് ആക്കണം. അപ്പോൾ ടേക്കിംഗ് -1 ഓൺ ബോത്ത് ദ സൈഡ്സ്. ഇവിടെ ഞാൻ -1 എടുത്ത് e⁻λ t½ എക്സ് ഇതിൻ്റെ -1 ഇതിൻ്റെ മോള് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ മോള് വേറൊരു -1 ആണ്. ഇനിയിപ്പോൾ രണ്ടും കൂടി കട്ടായി പോകുന്നതായിരിക്കും -1 കട്ട് പോവും. കാരണം എന്താ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പവറിൻ്റെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്നുണ്ട് -1 ഇൻറ്റു -1. എന്തായാലും -1 ക്യാൻസൽ ചെയ്യല്ലോ. അപ്പോൾ ഇത് 1 എന്ന് വന്നു ഇവിടെ. ഇനി 1/2 (1) അതായത് 1/-1 എന്തായാലും 1/-1 എനിത്തിങ് ഇസ് ഗോയിങ് ടു ബി 1. ഇവിടെ താഴെ നമുക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 2⁻1 ഈക്വൽ ടു e⁻λ t½ എന്തായാലും 1 എനിത്തിങ് ഇറ്റ്സ് 1. ഇനി 2⁻1 അതായത് 2⁻1 എന്ന് പറയുന്നത് ഇനി ഇൻവേഴ്സ് ആണ്. സോ 1/2. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഈ 2⁻1 1/2 ഈസ് ഈക്വൽ ടു e⁻λ t½ ഇതൊന്നും ഇത്ര വിശദമായിട്ട് ആരും എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുമെന്നില്ല. പക്ഷേ അതാണ് ഇത്, കാരണം ഇത് ഭയങ്കര മാത്തമാറ്റിക്സ് ആണ്. അതായത് ഇവിടുന്ന് ഒറ്റ സ്റ്റെപ്പ് എന്നാണ് ഇവർ 2 എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. കാരണം ഓൾറെഡി അസൈം ചെയ്യുന്നത് ഇത് എന്താണ് ഒറ്റയടിക്ക് എങ്ങനെ 2 ആയിന്ന് എന്താണ് മനസ്സിലാക്കിയതിനില്ല. മാത്തമാറ്റിക്സ് നമ്മളെ ഒരു ഓൾറെഡി നമ്മളെ എക്യുപ്ഡ് ആണ് എന്ന് ആ ഒരു ഫണ്ടമെൻ്റൽസ് നമ്മളെ മാത്തമാറ്റിക്സിൽ സ്ട്രോങ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രക്കാര് സ്റ്റെപ്പ്. ഞാനിപ്പോൾ എത്ര 4-5 സ്റ്റെപ്പ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? മാത്തമാറ്റിക്സ് ചിലപ്പോൾ ഫണ്ടമെൻ്റൽ കുറച്ച് സ്ട്രോങ് അല്ലാത്ത ആളുകളുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് എന്നാലും ഒരു ഡൗട്ട് ഉണ്ടോ, എങ്ങനെയാണ് ഈ ഒരു 1/2 പെട്ടെന്ന് ഇങ്ങനെ 2 ആയെന്ന് ഒരു ഡൗട്ടുണ്ട്. ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുള്ളത് എന്താണ്, എസ്പെഷ്യലി ഒരു പഠിച്ച ഒരാളെന്ന രീതിക്ക് മാത്തമാറ്റിക്സിൻ്റെ അങ്ങേയറ്റം കണ്ടുപോയ ഒരാൾക്ക്. സോ ഐ തിങ്ക് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഫീൽസ് കൈൻഡ് ഓഫ് മൈ റെസ്പോൺസിബിലിറ്റി ടു എക്സ്പ്ലെയിൻ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്. ഇനിയിപ്പോൾ അതിലും ഒരു കൺഫ്യൂഷൻ ആയിപ്പോണ്ട് എന്തുകൊണ്ടാണ് അത് ഇതായിപ്പോയെന്നില്ല. എന്താണ് വെറുതെ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്നില്ല. അത് എന്താണ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ഈച്ച് സ്റ്റെപ്പ് കെയിം. അപ്പോൾ ഞാൻ ഇത് ആക്ച്വലി ഇവിടെ എഴുതണ്ടായിരുന്നു. ഇവിടെ ഓൾറെഡി ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. e⁻λ t½ ഇവിടെ പവർ എടുത്ത് 2⁻1 ക്യാൻസൽ. അത് ഇവിടെ 2 എന്ന് വന്ന്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് നമ്മളെ പ്രിയ ശത്രുവായിട്ടുള്ള ലോഗിനെ വിളിക്കാം. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് ദ സൈഡ്സ്. അവിടെ വേണമെങ്കിൽ സ്റ്റെപ്പ് ചെയ്താൽ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് ദ സൈഡ്സ്. അപ്പോൾ ln e⁻x ln e⁻λ t½ ഈക്വൽ ടു ln 2. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ പോലെ ലോഗും മറ്റേ എക്സ്പോണൻ്റൊക്കെ എന്താണ് ശത്രുക്കളാണ്. രണ്ടുപേരും തമ്മിൽ അടിച്ച് വിരിഞ്ഞിട്ട് ലോഗും ഈ സാധനം തട്ടിപ്പോയി. ഇവിടെ എന്താണോ ബാക്കിയുള്ളത് അത് മാത്രമായിട്ട് തിരിച്ചു വരും. സോ λ t½ ഈസ് ഈക്വൽ ടു ln 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.693. ഇതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഇറ്റ്സ് ജസ്റ്റ് കോൺസ്റ്റന്റ് വാല്യൂ. λ t½ ഈസ് ഈക്വൽ ടു 0.693. ഇനി t½ ഇക്വേഷനാണ് വേണ്ടത്. ബേസിക്കലി നമ്മൾ ഹാഫ് ലൈഫാണ് ഇവിടെ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഹാഫ് ലൈഫ് ഈസ് ഈക്വൽ λ അങ്ങ് താഴ്പോട്ടെ 0.693/λ. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഫൈനൽ ഇക്വേഷൻ ഫോർ ഹാഫ് ലൈഫ്. നമ്മൾ മീൻ ഹാഫ് ലൈഫ് അല്ല നമ്മൾ കണ്ടത്. നമ്മൾ ജസ്റ്റ് ഹാഫ് ലൈഫ് മാത്രമേ കണ്ടില്ല. നമ്മൾ ആ കോൺസെപ്റ്റിലേക്ക് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. സോ t½ ഈസ് ഗോയിങ് ടു ബി 0.693/λ. ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയെങ്കിൽ ഈ ഡെറിവേഷൻ ആക്ച്വലി ഈ ഒരു ഭാഗം വരെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഡയറക്റ്റ്ലി ഇവിടെ എത്തുന്ന ഭാഗത്തേക്ക് കടക്കാം. ബട്ട് ഐ തിങ്ക് ഇനിയിപ്പോൾ എന്താണ്, കാരണം ഒരുപാട് ഡെറിവേഷൻ, അതായത് ഇവിടുന്ന് മുതൽ ഈ സോഡി ഫജാൻ സർവോൻ്റെ ഡെറിവേഷൻ തുടങ്ങിയിട്ടാണ് പോയിരിക്കുന്നത്. സോ എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സ്ഥിതിക്ക് അങ്ങനെയാണ്. ഇനിയിപ്പോൾ അഥവാ ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ അവർക്കും കൂടി ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ നേരിച്ചിട്ടാണ് തുടക്കം മുതൽ ഞാൻ ഡിറൈവ് ചെയ്ത് വരുന്നത്. സോ ഇവിടെ വീണ്ടും കണ്ടിട്ട് t½ ഈസ് ഈക്വൽ 0.693/λ.
ഇവിടെ ഇത് കണ്ടോ, ചില ന്യൂക്ലിയസിൻ്റെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യുറേനിയത്തിൻ്റെ വാല്യൂ, യുറേനിയം എനിക്കത് ഇത് 2838 ആണ് അതിൻ്റെ സ്റ്റേബിൾ ഐസോടോപ്പ് എന്ന് എനിക്ക് തോന്നുന്നത്. 4.51 × 10⁹ ഇയേഴ്സ്. അതായത് ഇനി ഇത്ര ബാക്കോട്ടില്ലേ, എന്താണ് നമ്മളിപ്പോൾ കാർബൺ ഡേറ്റിംഗ് എന്നെല്ലാം പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഒരു ഫോസിൽ ഫ്യൂവൽ, ഒരു ഫോസിൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് അത് എത്ര കാലം മുൻപിലെ ഫോസിൽ എത്ര ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുൻപായിരുന്നു എന്നെല്ലാം കാണണ്ടെങ്കിൽ നമ്മൾ എന്താണ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റേഡിയോമെട്രിക് അല്ലെങ്കിൽ ജിയോമെട്രിക് ഡേറ്റിംഗ് ആണ് യൂസ് ചെയ്യുക. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് ഈ ഹാഫ് ലൈഫ്. എത്രത്തോളം ദ ബിഗർ ദ ഹാഫ് ലൈഫ്, ദ മോർ ആക്യുററ്റ്ലി നല്ല നമുക്ക് കൂടുതൽ ബാക്കോട്ടേക്കില്ല എന്താണ് ചിലപ്പോൾ ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുൻപില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് യുറേനിയം പോലത്തെ സാധനം യൂസ് ചെയ്യുന്നത്. കാരണം അത് ഒബ്വിയസ്ലി ഇതിപ്പോൾ കാർബൺ എന്ന് പറയുന്നത് ജസ്റ്റ് 500,730. അപ്പോൾ അത്ര വർഷങ്ങൾക്ക് മുൻപിലെ കാര്യങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാർബൺ വെച്ചിട്ട് ഇത് പറ്റുന്നുണ്ട്. പക്ഷേ യുറേനിയത്തിൻ്റെ കേസ് ഒക്കെ 10⁹ എന്നെല്ലാം പറയുമ്പോൾ ആലോചിച്ച് നോക്കണം, അത് എത്ര സീറോസാണ്. 1 കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 ഇത്ര സീറോസിന്. ഇത് ആലോചിച്ച് ഇത് എത്ര വലിയ നമ്പർ ഇത്. 1 10 100. ഞാൻ വീണ്ടും എൻ്റെ ഒന്നാം ക്ലാസ്സിലത്തെ ബേസിക്ക് പോവാണ്. 1 10 100 1000 10,000 lakh 10 lakh crore 10 crore 100 crore 1 billion. ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു 1 billion ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞ ശരിയല്ലെങ്കിൽ എനിക്കറിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് റൈറ്റ്. 1 billion. അത്രത്തോളം ബാക്കോട്ടേക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളെ ഇതാക്കാൻ വേണ്ടി പറ്റും. ഐ മീൻ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കനോട്ട് ബി ചേഞ്ച്ഡ് ബൈ എനി കെമിക്കൽ ഓർ ഫിസിക്കൽ മീൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡീകെ കോൺസ്റ്റൻറ്റ്. ഇവിടെ ലാംഡ എന്ന് ഉദ്ദേശിക്കുന്ന വേവ് ലെങ്ത് അല്ല. ലാംഡ എന്ന് പറയുന്നത് ഡീകെ കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഡീകെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ ഡീകെ ചെയ്യുന്നതിന് ഒരു പ്രത്യേക വാല്യൂ ഉണ്ട്, ഡീകെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ആ ഡീകെ കോൺസ്റ്റൻ്റ് ആണ് നമ്മളിവിടെ ഈ ഒരു പെർട്ടിക്കുലർ കോൺടെക്സ്റ്റിൽ ലാംഡ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മറ്റേ വേവ്സിൽ ചാപ്റ്റർ പഠിക്കുന്ന ഇറ്റ് ഈസ് നോട്ട് വേവ് ലെങ്ത്. ആ ഡിസ്റ്റൻസ് അല്ല കാണിക്കുന്ന ആ ഒരു ഡീകെനെ പ്രോസസ്സ് കാണിക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് ഡീകെ കോൺസ്റ്റൻറ്റ്. നമ്പർ ഓഫ് ന്യൂക്ലിയൈ റിമൈനിങ് ആഫ്റ്റർ n ഹാഫ് ലൈഫ്. അവിടെ ഈ ഹാഫ് ലൈഫിൻ്റെ ചെറിയൊരു കോൺസെപ്റ്റ് പറയാം. അതായത് n0 ടൈമിൽ എന്താണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 0. അപ്പോൾ ബേസിക്കലി ഇനീഷ്യലി എല്ലാം ഉണ്ട്. ഐ മീൻ ഇനീഷ്യലി സബ്സ്റ്റൻസ് മുഴുവനായിട്ടുണ്ട്. എന്നിട്ട് എന്തായി, നമ്മൾ n0/2 എന്നായി. അപ്പോൾ എന്തായി, അപ്പോൾ നമ്മൾ ടൈം ഇവിടെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഒരു സ്ഥലമില്ലാത്ത പോലെ കളിക്കുന്നത്. ഇത് നമ്മൾ ബേസിക്കലി സാമ്പിൾ n0 ടൈം t½ നമ്മൾ നോക്കുക. n0 ടൈമിൽ 0 ആണ് ഹാഫ് ലൈഫ്. ബേസിക്കലി ടൈമൊന്നും എടുക്കുന്നില്ല. ആ 0 ടൈമിൽ n0 സബ്സ്റ്റൻസ് ഉണ്ട്. ഇനി പകുതിയാകുമ്പോൾ എന്തായി മാറി, t½ ഇതാണ് നമ്മളെ ഹാഫ് ലൈഫിൻ്റെ കണ്ടീഷന്. ഇനി എന്തായി മാറി, n0/4 ആയി. അപ്പോൾ എന്താണ്, അതായത് ഒരു സാധനം പകുതി സാധനം പിന്നെയും പകുതി, അതായത് കാൽഭാഗമായി ക്വാർട്ടറായിട്ട് മാറി. ക്വാർട്ടറായിട്ട് മാറുമ്പോൾ t½ 2t½ ആവും. അപ്പോൾ 2t½ വന്ന്. ഇനി n0/8 ആകുമ്പോൾ എന്തായി, വീണ്ടും ക്വാർട്ടർ എന്നുള്ളത് പിന്നെയും പകുതിയായിട്ട് 1/8 ആയിട്ട് മാറി. 1/8 അതപ്പോൾ 3t½ വീണ്ടും കൂടി. അതായത് 0 1 2 3 അങ്ങനെ നമ്പർ പോയിക്കൊണ്ടിരിക്കുക. ഇനി പോയി n0 എന്താണ് നമ്പർ ഓഫ് ന്യൂക്ലിയർ റിമൈനിങ് ആഫ്റ്റർ ഇവിടെ ഇപ്പോൾ n ഹാഫ് ലൈഫാണ്. അതായത് നമുക്കറിയില്ല ഈ n എന്ന് പറയുന്ന നമ്പർ എത്രയാണെന്ന് നമുക്കറിയില്ല, എത്രയോ ടൈമിന് ശേഷം. ആ n ഹാഫ് ലൈഫിൻ്റെ അപ്പോൾ എത്ര ഇവിടെ ബാക്കി ഉണ്ടാവും, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 2n. അതെന്തുകൊണ്ടായിരിക്കും 2n വന്നത്, അതും മാത്തമാറ്റിക്സ് ആണ്. ഇവിടെ ആക്ച്വലി ഫിസിക്സ് ഒന്നും നടക്കുന്നില്ല. ഇവിടെ കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സ് മാത്രമേ നടക്കുന്നില്ല. എനിക്കിവിടെ കുറേ നേരമായിട്ട് ഇവിടെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഫിസിക്സ് എന്നൊന്നും എനിക്കിതിൽ മനസ്സിലായില്ല. കാരണം ഞാനിവിടെ ഐ എം ഓൺലി സീയിങ് മാത്തമാറ്റിക്സ് ഇൻസൈഡ് ദിസ്. ഇൻ്റഗ്രേഷനിലായാലും മാത്തമാറ്റിക്സ്, ഇതായാലും ഇതൊരു കൈൻഡ് ഓഫ് ഒരു സീരീസ് പോലെയാണ്. n0/1 2 കഴിഞ്ഞിട്ട് പിന്നെ 4. ഇതൊരു ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ പോലെ എനിക്ക് തോന്നുന്നത്. കാരണം എന്താ, 2 കഴിഞ്ഞിട്ട് 4 ഇതൊരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കഴിഞ്ഞിട്ട് 4 8 പിന്നെ ഇതൊരു 2നെ മൾട്ടിപ്പിൾ ആണ്. 2 4 8 പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക 16 32 പിന്നെ അപ്പോഴത്തേക്ക് ഇതിപ്പോൾ ഒരു t½ ഇത് 2t½ ഇത് 3t½ 4t½ 5t². അപ്പോൾ അതായത് ഈ 32 നമുക്ക് 2⁵ നേതാ. അപ്പോൾ ഈ n-ൻ്റെ സ്ഥാനത്ത് 5 ആണ്. അപ്പോൾ 5 ആണ് ഇവിടെയും വരുന്നത് n⁡t². അപ്പോൾ 5t². ഇത് 2⁴ ഈ 4-നാണ് ഇവിടെയും വരുന്നത്. ഇവിടെ 2³ ഈ 3 ആണ് ഇവിടെ വരുന്നത്. ഇത് 2² ഇവിടെ 2 വരുന്നത്. ഇത് 2⁻1 അത് തന്നെയാണ് ഈ 1 തന്നെയാണ് ഇവിടെയും വരുന്നത്.
അപ്പോൾ പോയി ലാസ്റ്റ് നമുക്ക് എന്താണ് ഇത് 2നെ മൾട്ടിപ്പിൾസ് പോവാണ് 2n ചെന്ന് അവസാനിക്കുക. n എത്രയാണ് നമുക്കറിയില്ല, n can be any value, ഇവൻ 21000 വരെ വേണ്ടിക്കലാവാം അത്ര വലിയ വാല്യൂ ആണെങ്കിൽ. അപ്പോൾ എത്ര ടി ഹാഫ് ആയിരിക്കും? ഈ n × 1000 × ടി ഹാഫ്, അത്ര ടി ഹാഫ് ആയിരിക്കും. ടി ഹാഫ് ഓൾറെഡി നമുക്ക് കണ്ടുപിടിക്കുക, അതിനൊരു 1000 വെച്ചിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ആ ഒരു എത്രത്തോളം നമ്പർ ഓഫ് ന്യൂക്ലിയർ റിമൈനിങ് ബാക്കിയുണ്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ബേസിക്കലി അതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഒരുപാട് കാര്യം, ഇതെല്ലാം ഞാനിങ്ങനെ സ്കിപ്പ് അടിച്ചിട്ട് എനിക്ക് എന്ത് പോകുന്നില്ല, എനിക്കൊരു വിഷമം. എന്താണ് ഒരുപാട് കാര്യമൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഇതൊന്നും പറയാതെ ഇങ്ങനെ ഞാൻ ഒറ്റയടിക്ക് ഡെറിവേഷൻ എടുക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അതുകൊണ്ട് ഒന്നും കൂടി നിങ്ങളൊന്ന് സഹിക്കുക. ഇവിടെ പിന്നെയും ഞാൻ ആ ഡെറിവേഷനിൽ കടക്കണം വിചാരിക്കുമ്പോൾ ഓരോ അലാക്കിൻ്റെ ഒരു സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. n = n0 e raised to minus lambda t, lambda = 1/t. n = n0 e raised to ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ വേറെ പേജ് എടുക്കേണ്ടി വരും അതിന്. n = n0 e raised to minus lambda t. ലാംഡ എന്ന് പറയുന്നത് 1/t എന്നുള്ള കണ്ടീഷന്. ഓക്കെ, അപ്പോൾ n = n0 e raised to മൈനസ് ഓഫ് ലാംഡക്ക് പകരം 1/t ഇൻ്റെ കൂടെ ഓൾറെഡി ഒരു ടി ഉണ്ട്. ഇപ്പോൾ ഈ ടിയും കൂടി ക്യാൻസൽ ആയി. ഇപ്പോൾ n = n0 e raised ഇവിടെ ഇനിയിപ്പോൾ എന്താ ബാക്കിയിൽ? e raised to മൈനസ് മാത്രമേ ബാക്കിയിൽ, e raised to -1. നമുക്കറിയാം എനിത്തിങ് a raised to -1 that is equal to അല്ലേ x raised to -1 that is equal to 1/x. അപ്പോൾ ഇതിനെ നമുക്ക് 1/e എന്ന് പറഞ്ഞിട്ട് എഴുതാം. n = n0/e. e എന്ന് പറയുന്നത് ബേസിക്കലി ഒരു 2.71 സംതിങ് ഒരു വാല്യൂ ആണ്. അതായത് ഇതാണ് ഇതാണ് 1 എങ്കിൽ ഇത് 2, ഇവിടെയാണ് ബേസിക്കലി ഒരു ഏകദേശം ഒരു 3ൻ്റെ ഒക്കെ ബാക്കിലായിട്ട് ഇടയിലുള്ളൊരു വാല്യൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ ഗ്രാഫ് പോകുന്നത്. സോ എന്താ പറയുക, അപ്പോൾ ദാറ്റ് 1/e ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ് 0.368. അതായത് 1/2.71 സംതിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 0.368 കിട്ടുന്ന ബേസിക്കലി ഞാൻ പറഞ്ഞിരുന്നത്. n = ഈ 1/, ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ വാല്യൂ 0.368 n0. നമുക്ക് ഇതിനൊരു കാര്യം ചെയ്യാം, പെർസെൻറ്റേജിലാക്കിയതിന് ഒരു 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 30 ഇവിടെ അപ്പോൾ എന്ത് വരും? ഇവിടെ 2 ഡെസിമൽ അങ്ങോട്ട് മാറി 36.8 n0%. ദാറ്റ് വിൽ ബി ദ പെർസെൻറ്റേജ്. ഡി കെ കോൺസ്റ്റൻറ്റ് ഇൻവേഴ്സ് ഓഫ് ദ ടൈം ഡ്യൂറിങ് വിച്ച് ഡി കെ കോൺസ്റ്റൻറ്റിനുള്ള അപ്പോൾ ഡെഫിനേഷൻ എന്താണ്? ദിസ് ലാംഡ ഡി കെ കോൺസ്റ്റൻറ്റ് = 1/ടൈം. അതായത് ഈ ടൈം ഇപ്പോൾ എന്താണ്? ഇൻവേഴ്സ് ഓഫ് ദ ടൈം ഡ്യൂറിങ് വിച്ച് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ ഇസ് റെഡ്യൂസ് ടു 36.8 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. അതായത് n0 എന്നുള്ളത് 36.8% ആയിട്ട് കുറയും. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് 36.8 ടൈംസ് ഒറിജിനൽ വാല്യൂ, അതിൻ്റെ അത്രയായിട്ട് കുറഞ്ഞാവും. അപ്പോൾ അതിനെടുക്കുന്നൊരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ 1/t എന്ന് പറയുന്നതാണ് ഡി കെ കോൺസ്റ്റൻറ്റ്. ഡി കെ കോൺസ്റ്റൻറ്റ് എന്താണെന്ന് ഇത്ര നേരമായിട്ട് അറിയാത്ത ആളുകൾക്ക് ഡി കെ കോൺസ്റ്റൻറ്റ് ഒരു ചെറിയൊരു ഡെഫിനേഷനാണ്. ലാംഡ = 1/t. സോ ഐ തിങ്ക് ബേസിക്കലി ഇറ്റ്സ് ക്ലിയർ നൗ. വാല്യൂ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. അപ്പോൾ അത് ഓരോ സബ്സ്റ്റൻസിന് അത് ഓരോ വാല്യൂ ആയിരിക്കും. സിഗ്നിഫൈസ് ഡി കെ പ്രോബബിലിറ്റി ഓഫ് എ സാമ്പിൾ. ഇവിടെ ഇനി യെസ് ഇത് പറയണ്ട, ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഡെറിവേഷനിലേക്ക് ശരിക്കും കടക്കാം. ഓക്കെ, ഓ മൈ ഗോഡ്. r = -dn/dt. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഈ സ്റ്റെപ്പിന് ആക്ച്വലി ഇമ്പോർട്ടൻസ് ഉണ്ട്. r = നമുക്ക് r ചില ആക്ടിവിറ്റിയാണ്. ദാറ്റ് r = -d/dt ഓഫ് n. ഇവിടെ നമ്മൾ കിട്ടിയത് സോഡി ഫജാൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് റൂൾ വെച്ച് കിട്ടിയിട്ടുണ്ട്. -d/dt ഓഫ്, എന്തുകൊണ്ടായിരിക്കും ഇവിടെ മൈനസ് എന്ന്? കാരണം സാധനം കുറഞ്ഞു വരുവാണ്. സോ ആ ഡിക്രീസ് ഇൻ റേറ്റ് കാണിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മൈനസ് സൈൻ. ഈ മൈനസ് സൈന് നല്ല പ്രസക്തിയുണ്ട്. ഞാൻ മൈനസ് സൈൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ആൻസർ ഫൈനലി = n0/λ വരുന്നില്ല. അത് എന്തുകൊണ്ടത് വന്നതെന്നില്ല. അതിൻ്റെ ആൻസർ ഒരു ഹിൻഡ് തരാം. ഈ ഒരു ആൻസർ ഈ ഒരു മൈനസിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായതിൻ്റെ കത്തി, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഏതായാലും കത്തിയിട്ടുണ്ട് അത് എന്താ അങ്ങനെ വന്നതെന്നില്ല. ഓക്കെ, അപ്പോൾ മൈനസ് പുറത്തുണ്ട്. ഈ n0 നമുക്ക് n0 എന്തായാലും ഇറ്റ്സ് കോൺസ്റ്റൻ്റ്, അത് മറ്റേ ഡെറിവേറ്റീവിന് പുറത്ത് d/dt ഓഫ് e raised to -λt. നമുക്കറിയാം d/d ടാബിൽ ചാർജ് ഇല്ലല്ലോ. ഓക്കെ, ഫോണിൽ ചെറുതായിട്ട് ചാർജ് കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ നമുക്ക് ഏതായാലും ഡെറിവേഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ എന്താ ചെയ്യുക, എൻ്റെ ഫോണിൽ ഇപ്പോൾ ചാർജ് പോലും നിൽക്കാത്ത ഒരു പ്രശ്നങ്ങളാണല്ലോ. ഇതാണ് ഒരു പുതിയ ഫോൺ ഇറക്കണം. അപ്പോൾ ശരിയാവില്ല ഇങ്ങനെ പോയാൽ. അപ്പോൾ -n0 dy/dt(e(x) തന്നെ. ഇനി e ഒരു 5x ആണെങ്കിൽ ഇത് ചെയിൻ റൂളാണ്. ആദ്യം നമ്മൾ ആദ്യം ആരോ തട്ടി എക്സ്പോണൻറ്റ് തട്ടി, അപ്പോൾ e5x, പിന്നെ പോയി ഇല്ല സ്റ്റാർ കൂടെ തട്ടി. അപ്പോൾ 5xൻ്റെ ഡെറിവേറ്റീവ് കൂടി എടുക്കണം ആസ് പെർ ചെയിൻ റൂൾ. അപ്പോൾ 5xൻ്റെ ഡെറിവേറ്റീവ് 5 × d/dx of x 1 വരും. അപ്പോൾ ഇവിടെ ഒരു 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഒരു 3x ആണെങ്കിലോ എന്ത് ചെയ്യണം? -3x അതേപോലെ എഴുതി. ഈ മൈനസ് എന്താണ് ഇവിടെ ഉള്ളത്? എന്താണ് ഇവിടെ ജസ്റ്റ് 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ. ഇവിടെ അതിന് എക്സിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് -3 ഉണ്ട്. അപ്പോൾ -3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കും. ചെയിൻ റൂൾ ആദ്യം എന്തിനെ തട്ടി? എക്സ്പോണൻ്റ് എന്തിനെ തട്ടി? e−λt d/dt അല്ലേ എടുക്കുന്നത്. ഇനി മുകളിൽ പോയപ്പോൾ -λtൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ -λ കോൺസ്റ്റൻറ്റ് പുറത്ത് d/dt of t, അപ്പോൾ 1. അപ്പോൾ -λ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ മൈനസ് ഇവിടെ ക്യാൻസൽ ആയിപ്പോയി. n0 ലാംഡ e−, ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ലാംഡ മൾട്ടിപ്ലിക്കേഷനിൽ വന്നതെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്കറിയാം ബേസിക്കലി എന്താണ് ഈ പറയുന്ന n0 × λ, r = n × λ ആയിരുന്നു. അതേപോലെ n0 ആകുമ്പോഴെന്താ? n0 എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ ഈ r എന്നല്ല r0 ആയിട്ട് മാറും. അതാണ് അതിൻ്റെ പിന്നിലെ ലോജിക്ക്. r of t = n × λ. വെൻ ദിസ് ബിക്കംസ് 0, അതായത് ദിസ് ബിക്കംസ് ഇനീഷ്യൽ കണ്ടീഷൻ, ദിസ് ഓൾസോ ബിക്കംസ് ഇനീഷ്യൽ. സോ അതായത് ഇപ്പോൾ r = n0 × λ എന്നല്ല. സോ ഈ ഒരു n0 × λ പകരം നമ്മൾ r0 എന്ന് പറഞ്ഞിട്ട് എഴുതി. അത്രയും e−λt. ഇതാണ് അവർ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു എന്താണ്? ആക്ടിവിറ്റി ഫോളോ ഓഫ് എക്സ്പോണൻഷ്യൽ വിത്ത് ടൈം. ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. അതായത് നമ്മൾ പൊതുവെ ഇങ്ങനെ പോകേണ്ട ഒരു ഗ്രാഫായിരുന്നു. പക്ഷേ അതിൽ e−x ഗ്രാഫ് കണ്ടിട്ട് ഇങ്ങനെയാണ് വരിക. e⁻x ഗ്രാഫ് എങ്ങനെ പോകുന്നുണ്ടാവും? ഇങ്ങനെ പോകുന്നുണ്ടാവും. e⁻x ഗ്രാഫ് ഇങ്ങനെ വരുന്നുണ്ടാവും. അതായത് ഇതിൻ്റെ മൈനസ് പോർഷനെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. എൻ്റെ എന്താണ് അതിൻ്റെ, അതായത് ഇതിൻ്റെ ഇവിടെ ഒരു കണ്ണാടി വെച്ചല്ലേ, കണ്ണാടീൻ്റെ റിഫ്ലക്ഷനാണ് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -x. അപ്പോൾ അതിങ്ങനെ, കാരണം എന്തുകൊണ്ടായിരിക്കും മൈനസ്? കാരണം അത് കുറഞ്ഞല്ലേ വരുന്നത്. അത് സമയം കൂടുമ്പോൾ നമ്മൾ സബ്സ്റ്റൻസ് കുറഞ്ഞ് വരുന്നതുകൊണ്ട് ഇങ്ങനെ കുറഞ്ഞ് യെസ് ഫൈനലി. അതുകൊണ്ടാണ് വി സേ ഇറ്റ് ഇസ് എ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഡിക്രീസസ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഇനി നമ്മളെ കുറേ നേരമായിട്ട് ഞാൻ കുറച്ച് വിഷമപ്പെടുത്തിയോന്ന് അറിയില്ല. ബട്ട് നൗ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ റിയൽ ഗെയിം. ശരിക്കും ഒരു ഡെറിവേഷനിലേക്ക് വരാം. വി കോൾ ഇറ്റ് ദ മീൻ ലൈഫ് ടൈം ഓർ ആവറേജ് ലൈഫ്. ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? മീൻ ലൈഫ് = ഇത് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ലൈഫ് ടൈം ഓഫ് ഓൾ ന്യൂക്ലിയർ പ്രസൻറ്റ് ഇനീഷ്യലി ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയർ. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ആണ്. ആവറേജിൻ്റെ അടുത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, ബേസിക്കായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന ആളുകളുണ്ടാ. അതായത് ഇവിടെ ഇപ്പോൾ 5 സബ്സ്റ്റൻസിൻ്റെ നമ്മളിപ്പോൾ ഒരു വെലോസിറ്റി, അതായത് ഒരാൾക്ക് ഒരു 10 വെലോസിറ്റി 10 m/s, 5 m/s, 3 m/s. ഇവർ തമ്മിലുള്ള ആവറേജ് എങ്ങനെ കാണുക? അതായത് 10 + 3 + 5 ഡിവൈഡഡ് ബൈ ഇവർ തമ്മിലുള്ള ടോട്ടൽ നമ്പർ, ദാറ്റ് മീൻസ് 3. ഇതിപ്പോൾ എത്ര വരെ? 13, 18/3. 18/3 m/s ആയിരിക്കും ഫൈനൽ വെലോസിറ്റി, അല്ല ആവറേജ് വെലോസിറ്റി, അല്ലെങ്കിൽ മീൻ വെലോസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ലൈഫ് ടൈം, അതായത് നമ്മളിവിടെ ലൈഫ് ടൈമിൻ്റെ മീനാണല്ലോ കാണുന്നത്. അപ്പം ലൈഫ് ടൈമിൻ്റെ ടോട്ടൽ എത്രത്തോളം, അതായത് ഓരോ സബ്സ്റ്റൻസിനും ഓരോ ആറ്റത്തിനും ഓരോ മീൻ ലൈഫ് ആയിരിക്കും. ചില ആറ്റംസ് വേഗം ഡീകേ ചെയ്യും, ചിലത് മെല്ലെ ആമേനെ പോലെ മെല്ലെ ഡീകേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള കേസ് എടുത്തിട്ട് പ്രത്യേകിച്ച് നമുക്കൊരു മെച്ചമില്ല. ഇപ്പോൾ വളരെ മെല്ലനെ ഒരു വെച്ചിട്ട് റെഫറൻസ് ആക്കിയിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് പെട്ടെന്ന് പോകുന്ന അതും റെഫറൻസ് ആക്കി പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ആവറേജ് വാല്യൂ, ഒരു ഏകദേശം ഒരു സുമാറ് കണക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് അതിൻ്റെ മീൻ ലൈഫ് എടുക്കുന്നത്. ഒരു ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും, ഓക്കെ ഇതിൻ്റെ ഒരു ആവറേജ് ഇത്രയാണ്. അത് വെച്ചിട്ട് നമുക്ക് കൂടുതൽ അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ആവറേജ് എടുക്കുന്നത്. നമ്മൾ ഈ എക്സ്ട്രീംസ് വെച്ചിട്ട് പൊതുവെ മാത്തമാറ്റീഷ്യൻസ് കളിക്കാറില്ല. അവർ എന്തെങ്കിലും ഒരു എക്സ്ട്രീംസ് ഒരു 10 കണ്ട് ഒരു -1 കണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു ഏകദേശം കിട്ടണമെങ്കിൽ രണ്ടിൻ്റെയും കൂടി ആവറേജ് എടുക്കും. എന്നിട്ട് ആ ആവറേജ് വാല്യൂ ഈസ് മോർ വാല്യുബിൾ ദെൻ ദിസ് എക്സ്ട്രീം വാല്യൂ.
അപ്പോൾ ടോട്ടൽ ലൈഫ് ടൈം, അപ്പോൾ ബേസിക്കലി വീണ്ടും ഇത് കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞ മാത്തമാറ്റിക്സ് ആണ്. ഇവിടെ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഇനി വരാൻ പോകുന്ന ഇൻ്റഗ്രേഷൻ ആണ്. ഇതിലൊരു ഫിസിക്സ് ഒന്നുമില്ല, ജസ്റ്റ് പേരിനകത്തൊരു ഫിസിക്സ് ഉണ്ട്. ടോട്ടൽ ലൈഫ് ടൈം ഓഫ് ഓൾ ന്യൂക്ലിയൈ പ്രസൻറ്റ്, ശരി വയറിങ്ങനെ ഇറങ്ങാറാകുന്നുണ്ടോ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ, ദ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ദ സാമ്പിൾ. അതേപോലെ ഇവിടെ എന്താണ് നമ്മളെ ക്വാണ്ടിറ്റി, അതിൻ്റെ ഓരോന്നിൻ്റെയും ഇപ്പോൾ ഒരു 5 ഇതുണ്ടെങ്കിൽ അത് പ്ലസ് ഇത് ഡിവൈഡഡ് ബൈ ടോട്ടൽ 5 ഡിവൈഡ് ബൈ 5. അതേപോലെ എല്ലാ മീൻ ലൈഫ്, എല്ലാ ലൈഫ് ടൈം ഓഫ് ഓൾ ദ ന്യൂക്ലിയൈ ഇനീഷ്യലി പ്രസൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത് N0 ആണ്. അപ്പോൾ നമുക്കറിയാം അതിനെ വെച്ചിട്ടാണ് മീൻ ലൈഫിനെ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ടോ ഇസ് ഈക്വൽ ടു 1/λ, ദിസ് ഇസ് കോൾഡ് ഡി കെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടോ ഇസ് ഈക്വൽ ടു, ഈ ലാംഡക്ക് പകരം നമ്മൾ എന്താണ് ചെയ്തത്, ലാംഡക്ക് പകരം ഇവിടെ ഒരു ഇക്വേഷൻ കൊടുക്കുക. ഇവിടെ ഒരു മറ്റേ സോഡി ഫജാൻസ് റൂളിൽ T12 is equal to 0.693/λ ആണ്. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 0.693/T12. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറയുമ്പോൾ എന്താ 0.693 ഡിവൈഡ് ബൈ T12. അപ്പോൾ ഇതൊരു A/B/C. അപ്പോൾ ഇത് മറ്റേ ഈ താഴത്തിലെ സാധനം മുകളിൽ കയറി പോകും. അപ്പോൾ T12 ഡിവൈഡഡ് ബൈ 0.693, അതായത് ഈ 1 ഡിവൈഡഡ് ബൈ 0.693 എന്നുള്ള വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1.44 ആണ് വരുന്നത്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പം കാൽക്കുലേറ്റർ ഇല്ല, അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ കാണിച്ചു തരേണ്ടതെന്ന് എനിക്കറിയില്ല. അല്ല ഞാൻ കാണിച്ചു തരാം വണ്ടിയിൽ. ഇനിയിപ്പോൾ കാൽക്കുലേറ്റർ ഉണ്ട് ഗൈസ്. 1 ഡിവൈഡഡ് ബൈ 0.693, 1.44 കിട്ടിയല്ലോ. ഐ തിങ്ക് ദിസ് ഇസ് ഇനഫ് ടു കൺവിൻസ് യു പീപ്പിൾ ദറ്റ് ദ വാല്യൂസ് അപ്രോക്സിമേറ്റ്ലി 1.44. അപ്പോൾ 1.44 T12. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ ഡെറിവേഷൻ തുടങ്ങാം. മീൻ ലൈഫ് ടൈം, ആവറേജ് ലൈഫ്. ഓക്കെ, ലെറ്റ് നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡീക്കേയിങ് ഇൻ ടൈം ഇൻ്റർവെൽ T ആൻഡ് T+dt. നമ്മൾ ചെറിയൊരു ഇൻ്റർവെൽ മാത്രം എടുക്കുന്നില്ല, ടൈം Tയും പിന്നെ T+ വളരെ കുഞ്ഞൊരു വ്യത്യാസം T+dt. അതായത് ഒരു ഗ്രാഫ് കാണിക്കുകയാണെങ്കിൽ ഇതാണ് T. നിങ്ങൾ വിചാരിക്കും T+dt ഇവിടെയൊക്കെ ആയിരിക്കും. അല്ല, നിങ്ങൾ എന്താണ്, യു വിൽ ബി സർപ്രൈസ്. T+dt എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ആയിട്ട് വരിക. അതായത് DT എന്ന് പറയുന്നത് വളരെ അപ്രോക്സിമേറ്റ്ലി സച്ച് എ സ്മോൾ വാല്യൂ, വളരെ ചെറിയ വാല്യൂ ആണ്, 0ൻ്റെ അടുത്തുള്ളൊരു വാല്യൂ. ഇറ്റ് ഇസ് ഗോയിൻ ടു ബി വെരി മൈന്യൂട്ട് വാല്യൂ. അതുകൊണ്ട് തന്നെ T+ അതിനൊപ്പം, അതായത് ഇപ്പോൾ ഞാനൊരു 1ൻ്റെ കൂടെ ഇപ്പോൾ ഒരു 0.1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.1 വരുള്ളൂ. അപ്പോൾ ഒരു ഗ്രാഫിൽ ഇതാണ് 1 സെക്കൻഡ് എങ്കിൽ ഇത് കുറച്ച് മുന്നോട്ടായിരിക്കും 1.1 സെക്കൻഡ് ഉണ്ട്. വളരെ നമുക്ക് ഗ്രാഫിൽ കാണിക്കും, നോർമലായിട്ടുള്ളൊരു ഗ്രാഫ് പേപ്പറിൽ കാണിക്കാനാവില്ലേ 1.1 എന്ന്. ഐ തിങ്ക് അതായത് ഇപ്പോൾ 1.1 അല്ല, ഒരു 1.01 ഒക്കെ ഇങ്ങനെ 1.1 വേണമെങ്കിൽ കാണിക്കാൻ പറ്റും. 10 ഡിവിഷൻസ് ഉണ്ട്. 1.01 എങ്ങനെ കാണിക്കുക, അത്ര ചെറിയൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ T+dt. പിന്നെ നമ്മൾ എന്താണ്, വളരെ ചെറുതായി പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ അതുകൊണ്ട് വളരെ എക്സാജറേറ്റഡ് ആയിട്ടാണ് ഈ T+dt ഒക്കെ ഇത്ര ദൂരമായിട്ട് കാണിക്കുന്നത്. ബേസിക്കലി ഇത്രയ്ക്ക് അടുത്താണ് T+dt എന്ന് പറയുന്ന വാല്യൂ ഒക്കെ വരുള്ളൂ. അതായത് ഗ്രാഫിക്കൽ അനാലിസിസ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അതായത് നമ്മൾ ഈ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ എല്ലാം ആദ്യം പഠിക്കുന്നത് എവിടെയാണ് T+dt ശരിക്കും പൊസിഷൻ ഇവിടെ കേട്ടേ വരും. ഞങ്ങൾക്ക് പഠിക്കാൻ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്. പക്ഷേ എക്സാജറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സാജറേറ്റഡ് ആയിട്ട് മാത്രം ഇത് ഇവിടെ T+dt ഇവിടെ എന്നുള്ള എടുത്ത് കാണിക്കുന്നതാണ്. അത് മനസ്സിലാക്കുക, അതായത് ഒരു കോമൺ സെൻസാണ്, അത് മനസ്സിലാക്കേണ്ട ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ട് എന്ന് എനിക്കറിയാം. ടിയും DTയും ഇത് നമ്പർ ഓഫ് ഡീക്കേയിങ്, അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് ഡീക്കേ ചെയ്യുക. അപ്പോൾ ഈ ടിയും പിന്നെ ഇവിടെയാണ് ആക്ച്വലി അത് വേണ്ടത്. പക്ഷേ പോട്ടെ, ഞാൻ നിങ്ങളുടെ എക്സാജറേഷന് വേണ്ടിയിട്ട് ഇവിടെ കാണിക്കുക. ഇതിൻ്റെ ഇടയിലില്ലേ ഇതാണ് ടൈം T2, ഈ ഇൻ്റർവെൽ, ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, പക്ഷെ കാണുന്നുണ്ടല്ലോ ഈ ഒരു ഏരിയ. ദിസ് ഇസ് ബേസിക്കലി എ കർവ്. ഏരിയ അണ്ടർ ദ കർവ് എങ്ങനെ കാണാം? യെസ്, വി യൂസ് ദ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ കോൾഡ് ഇൻ്റഗ്രേഷൻ. ഇതിൻ്റെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ഉപയോഗിക്കും നമ്മൾ? ഇതിൻ്റെ ഇടയിലുള്ള ഷെയ്ഡഡ് ആയിട്ടുള്ള റേഞ്ചിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ വി യൂസ് ദ ഫേമസ് ഇൻ്റഗ്രേഷൻ മെത്തേഡ്. അപ്പോൾ BDN അതിൻ്റെ അപ്പോൾ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡീക്കേയിങ്, ആ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡീക്കേയിങ്ങിനെ DN വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. DN ആണ് ബേസിക്കലി അത്. ലൈഫ് ടൈം ഓഫ് ദീസ് ന്യൂക്ലിയർ T ആണ് ബേസിക്കലി അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. ടോട്ടൽ ലൈഫ് ടൈം ഓഫ് ഓൾ ദീസ് ന്യൂക്ലിയർ T/DN. അതായത് എന്താണ് അവർ ലൈഫ് ടൈം എന്ന് പറയുന്നത് Tയും അവരുടെ ഡീക്കേയിങ്ങിൻ്റെ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്താണ് നമ്പർ, ദാറ്റ് ഡീക്കേയിങ് നമ്പർ ഇസ് DN. ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ ലൈഫ് ടൈം ഓഫ് ഓൾ ദീസ് ന്യൂക്ലിയർ. ദിസ് ഇസ് ബേസിക് മാത്തമാറ്റിക്സ്. ടോട്ടൽ ലൈഫ് ടൈം ഓഫ് ഓൾ ദ ന്യൂക്ലിയർ, അതായത് ഓരോ ന്യൂക്ലിയറിൻ്റെ T/DN ആണ്. അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ എന്താണ് ഒരു ഹാഫ് ലൈഫ് ടൈം കിട്ടണമെങ്കിൽ അത് എടുക്കുന്ന ടൈം
അതായത് എടുക്കുന്ന ലൈഫ് ടൈം ഇൻറ്റു അതിൻ്റെ നമ്പർ ഓഫ് ഡീക്കേയിങ് എത്ര എണ്ണം ഡീക്കേ ചെയ്യുന്നുണ്ട്, എത്ര ആറ്റംസ് ഡീക്കേ ചെയ്യുന്നുണ്ട്, അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൻ്റെ കിട്ടി. അത് 1 അങ്ങനത്തെ ഒരു ആറ്റം അല്ല അങ്ങനത്തെ ഒരു സബ്സ്റ്റൻസിൻ്റെ കിട്ടി, ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ കിട്ടി. എല്ലാത്തിൻ്റെ വേണ്ടിക്കല്ലോ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതായത് ബേസിക്കലി ഇൻറ്റഗ്രേഷൻ ഇസ് ജസ്റ്റ് മാത്തമാറ്റിക്കലി ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് ബേസിക്കലി. അതായത് ഇത് പ്ലസ് അങ്ങനെ കുഞ്ഞു ഒരുപാടെണ്ണം ഉണ്ടാവും. അപ്പോൾ ഈ ടി ഇൻറ്റു ഡി എൻ പ്ലസ് ടി ഇൻറ്റു ഡി എൻ പ്ലസ് ഓരോന്നിൻ്റെ ടി ഇൻറ്റു ഡി എൻ വെച്ചിട്ട് നമ്മളിങ്ങനെ സമേഷനാണ് ബേസിക്കലി ചെയ്യുന്നത്. ബേസിക്കലി ദിസ് ഇൻറ്റഗ്രൽ ഇസ് ഓൾസോ സമേഷൻ്റെ ടേംസിൽ നമുക്കിങ്ങനെ ഇൻറ്റഗ്രലിന് എഴുതാൻ വേണ്ടി പറ്റും. ഇത് കുറച്ചും കൂടി ഇംപ്ലിസിറ്റ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഫോക്കസ് ചെയ്യാം. സോ എല്ലാത്തിനെ കണ്ടുപിടിക്കണമെങ്കിൽ വി നൗ ടേക്ക് ദി ഫേമസ് ഇൻറ്റഗ്രേഷൻ മെത്തേഡ്. ഇൻറ്റഗ്രൽ എന്താണ് ഇവിടെ ഡെഫിനിറ്റ് ആണ്. സോ n0 ഇസ് ദ ഇനീഷ്യൽ വൺ ടു n വരെ dn. നമുക്ക് ഇങ്ങനെ ആക്ച്വലി സോൾവ് ചെയ്യാനാവില്ല. കാരണം എന്താ പ്രശ്നം, ഇവിടെ ഒരു വേരിയബിൾ ഒന്നിലും പിന്നെ ഇതിൻ്റെ എന്താണ് ഡി എന്ന് പറയുന്ന സാധനം അതിൻ്റെ വേറൊരു സാധനം വേറൊരു വേരിയബിളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നിക്ക് നമ്മൾ ടീനെ ഡി എന്നിൻ്റെ അതായത് എന്നിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഡി എന്നിനെ ടീൻ്റെ ടേംസിൽ അതായത് ഡി ടി എന്ന് പറയുന്ന ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അങ്ങനെ മാത്രമേ നമുക്ക് അതായത് ഇൻറ്റഗ്രൽ എക്സ് ഡി വൈ എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് എന്താണ് ഇൻറ്റഗ്രൽ എടുക്കാനാവില്ല. ഓൺലി വി ക്യാൻ ടേക്ക് എക്സ് ഡി എക്സ് ഓർ എന്താണ് വൈ ഡി വൈ. ഇവിടെ കണ്ടോ വൈ എക്സ് അല്ലാണ്ട് എക്സ് വൈ എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാവില്ല. അതാണ് ഞാൻ ബേസിക്കലി പറഞ്ഞത്. ടിയും ഡി എൻ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാവില്ല. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന കുറച്ച് എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഡി എന്നെ ഞാൻ മാറ്റുക. ഡി എന്നെ മാറ്റേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഡി എന്നെ മാറ്റേണ്ടിയിട്ട് നമുക്കറിയാം n is equal to n0 e raised to minus lambda t. ഇത് എവിടുന്ന് വരുന്നത്, ദിസ് ഈസ് സോഡി ഫജാൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് റൂൾ. നമുക്ക് ഡി എൻ ആണല്ലോ വേണ്ടത്. അപ്പോൾ ഡി ബൈ രണ്ട് സൈഡിലും ഡി ബൈ ഇതെടുക്കുക, രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുക. ഡി ബൈ ഡി ടി ഓഫ് n0 e raised to minus lambda t. നമുക്ക് ഡി ടിൻ്റെ ലാസ്റ്റ് നമുക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം. അപ്പോൾ ഡി എൻ എസ് നമുക്ക് ഡി എൻ്റെ ടേംസിലാണ് വേണ്ടത്. സോ ഡി എൻ എസ് ഈക്വൽ ടു ഡി ടി അങ്ങോട്ടേക്ക് പോട്ടെ. ഇവിടെ ഒരു ഡി ടി ഉണ്ട്, പിന്നെ ഡി ബൈ ഡി ടി ഓഫ് ഈ n0 e raised to minus lambda t. ഈ ഡി ടി ഇവിടെ കിടന്നോട്ടെ. ഇത് നിങ്ങൾ വിചാരിക്കും ഈ ഡി ടി ഉണ്ട്, അങ്ങനെയൊന്നും ക്യാൻസൽ ആയി പോകുന്നില്ല, ഇത് ഇവിടെ തന്നെ കിടക്കും. സോ ഡി എൻ എസ് ഈക്വൽ ടു ഇതിൻ്റെ നമ്മൾ ഡെറിവേറ്റീവ് ഓൾറെഡി കണ്ടതാണ്. n0 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും e raised to minus lambda t ഇൻറ്റു ഒരു മൈനസ് ലാംഡ ഉണ്ട്, ഇവിടെ ഒരു ഡി ടി ഉണ്ട്. സോ n0 മൈനസ് e raised to minus lambda t ഇൻറ്റു ഡി ടി. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി എൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ എക്സിൻ്റെ ടേംസ് കിട്ടിയല്ലോ, ഡി ടിൻ്റെ ടേംസ് കിട്ടിയല്ലോ. എക്സ് എന്നല്ല ഡി ടിൻ്റെ ടേംസ് കിട്ടിയ സ്ഥിതിക്ക് അവിടെ ടി ഉണ്ട് ഓൾറെഡി. നമുക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ഡു ഇറ്റ് നൗ. സോ നമ്മൾ ഡി എൻ പകരം എന്ത് എഴുതി, n0 ഇവിടെ ആക്ച്വലി ഒരു മൈനസ് ഉണ്ടല്ലോ. അതായത് യെസ്, ആ മൈനസ് എന്താണ് ഇവിടുന്ന് വന്നൊരു മൈനസ്, അത് ആക്ച്വലി നമ്മളിവിടെ എഴുതുന്നില്ല അല്ലേ. എന്താണ് സംഭവിക്കുന്നത്, ആ മൈനസ് നമ്മളിവിടെ മാറ്റി. ഈക്വേഷനിലൊന്നും നമ്മൾ മൈനസ് യെസ്. ബേസിക്കലി നമ്മൾ എന്താണ് ഇതെന്തുകൊണ്ടായിരിക്കും ഇവിടെ ഒരു മൈനസ് വരാൻ കാരണം, മൈനസ് വന്നത് ബിക്കോസ് ആ സാധനം ഞാൻ വീണ്ടും പറയുകയാണ് സാധനം കുറഞ്ഞു പോകണം. ആ മൈനസ് നമ്മളിവിടെ എവിടെ എഴുതിയിട്ടില്ല. ഇതിൽ എഴുതിയിട്ടുണ്ടോ അങ്ങനെ, ഇവിടെ അത് എഴുതിയിട്ടില്ല. ഇവിടെ അവരെന്ത് ചെയ്തു, ആ സ്റ്റെപ്പിൽ ഇവർ മൈനസ് ചെയ്തില്ല. ഇത് ആക്ച്വലി ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്. ആ മൈനസിന് ആക്ച്വലി വേണം, ആ മൈനസിന് അത്ര പ്രസക്തിയുണ്ട്. ഞാനിവിടെ ആക്ച്വലി മൈനസ് ചെയ്തില്ല, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു, ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസിന് ഞാൻ ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുത്ത്, മൈനസിൻ്റെ ഇപ്പോൾ ഇവിടെ തൽക്കാലം ആവശ്യമില്ല, മൈനസ് ലാസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് ഈ മൈനസ് പല ആൾക്കാരും ചിലപ്പോൾ മിസ്സായി പോയിട്ടുണ്ടാവും. ഈ ഇക്വേഷൻ ചെയ്ത് വന്നപ്പോൾ ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്. ദിസ് ഷുഡ് ബി ഇനഫ് ടു എക്സ്പ്ലെയിൻ ആ ഡെറിവേഷനിൽ എന്തുകൊണ്ടാണ് ആൻസർ ലാസ്റ്റ് പോസിറ്റീവായി എന്ന് കാണിക്കാൻ ഈ ഒരു ഒറ്റ മൈനസ് മതി. അത്ര പവർഫുള്ളാണ് ഈ മൈനസ് എന്ന് പറയുന്നത്, മൈനസ് സൈന്. അപ്പോൾ ഈ മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഞാൻ ഈ മൈനസ് സൈൻ ഞാനിത് ഓൾറെഡി ഒന്ന് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിൽ എന്നോട് ഈ മൈനസ് ഇടാൻ വിട്ടുപോയി, ഞാൻ വിട്ടൊന്നും ആലോചിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ബൾബ് കത്തി ഇവിടെ ഒരു മൈനസ് എഴുതി. മൈനസ് n0 ലാംഡ e raised to minus lambda t dt. ഞാൻ ഈ മൈനസിനെ പുറത്തെടുത്ത്. ഇവിടെ ആക്ച്വലി ആൾക്കാർ ചെറുതായിട്ട് ആ മൈനസിനെ വിട്ടു വന്നായിരിക്കും. ഈ മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട് എന്ന് തന്നെ വിട്ടു. എല്ലാ സ്റ്റെപ്പിലപ്പോൾ മൈനസ് ഉണ്ട്, അത് എവിടെയും പോകുന്നില്ല. ഇത് ഞാൻ പുറത്തെഴുതി. n0 കോൺസ്റ്റൻറ്റ് ലാംഡ കോൺസ്റ്റൻറ്റ്, അത് രണ്ടും ഇൻ്റഗ്രലിൻ്റെ പുറത്ത്. ഇവിടെ ഇപ്പോൾ എന്തേ ബാക്കിയില്ലോ, ഇവിടെ ഒരു ടി ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ടി ഉണ്ട്. ഇൻ്റഗ്രൽ ഇതിവിടെ n0 to n ആണ്. അതേപോലെ നമ്മൾ ഈ ടൈം ഇടുന്നതിൽ എടുത്ത വരെ വേരി ചെയ്യുന്നത് ഇത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ടൈം 0 എന്ന് തുടങ്ങിയിട്ട് അതായത് നമ്മൾ ബേസിക്കലി ഒരു ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ മാത്തമാറ്റിക്സിലും പഠിച്ചിട്ടുണ്ടോ, വി നീഡ് ടു ഫൈൻഡ് എ ലിമിറ്റ്. മുതൽ എടുത്തം വരെ 0 എന്ന് തുടങ്ങിയിട്ട്, അതായത് ഇവിടുന്ന് 0 എന്നാണ് തുടങ്ങുന്നത്, 0 മുതൽ എടുത്തം വരെ പോകുന്നത്. ഇതിങ്ങനെ പോയി ലാസ്റ്റ് എക്സ് ആക്സിസ് ഇൻഫിനിറ്റി വരെ എത്തുന്നുണ്ട് ടൈമിൻ്റെ കേസിൽ. ഇത് n0,
ഇത് ടൈം. സോ n മുതൽ n0 വരെ, n മുതൽ n0 ആണ്, അല്ല n0 മുതൽ n എത്തുന്ന വരെയുള്ള വാല്യൂ, ഈ ഒരു ലിമിറ്റ് 0 മുതൽ ഇൻഫിനിറ്റി വരെ ടൈം. അതായത് 0 ടൈമിൽ n0 ഉണ്ടായിരുന്നു, ഇൻഫിനിറ്റി ടൈമിൽ എന്തായി മാറും, നമ്മൾ ഈ കംപ്ലീറ്റ് സബ്സ്റ്റൻസ് തീർന്നുമായിട്ട് n=0 എന്നുള്ളൊരു കണ്ടീഷനിൽ ബേസിക്കലി എത്തും. സോ 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് നമ്മൾ ബേസിക്കലി നമ്മൾ ലിമിറ്റ്സ് എടുക്കുന്നത്. ടി ഇൻറ്റു e⁻λ. ഇത് രണ്ട് മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ഇൻ്റഗ്രലിൻ്റെ പുറത്ത് dt. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ, കാരണം ഇവിടെയും ടി എല്ലാം ടി, എല്ലാവരും ഹാപ്പി, എന്താണ് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ എക്സ്പോണൻറ്റ് വന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എക്സ്പോണൻറ്റിൻ്റെ ഫംഗ്ഷനിൽ എന്തുണ്ട്, ടി ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ ഈ ഒരു കേസ് വന്നിട്ട് എക്സ് ഡി എക്സ് പോലെ ടി ഡി ടി, ഇവിടെയും ടി ഡി ടി, പ്രശ്നമില്ല, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി ആരും നമ്മളെന്താണ് തടയിടാൻ പോകുന്നില്ല. ഇനിയാണ് ഇവിടെ എന്താണ്, ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഇൻ്റഗ്രേഷനിൽ വരുന്നുണ്ട്. സോ വി ഹാവ് ടു യൂസ് ഐലേറ്റ് മെത്തേഡ് അല്ല, വി ഹാവ് ടു യൂസ് ബൈ പാർട്സ് മെത്തേഡ്. ബൈ പാർട്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എന്താണ് എനിക്ക് തോന്നുന്നത് നമ്മളെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ബൈ പാർട്സ് മെത്തേഡ് ചെയ്യുന്നത്, യൂട്യൂബിലാണോ ഗൂഗിൾ ഡ്രൈവിലാണോ നമുക്ക് ഓർമ്മയില്ല, ഏതിലൊന്നും ഇട്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും കണ്ടു നോക്കൂ, ഇത് അറിയില്ലെങ്കിൽ. ബൈ പാർട്സ് മെത്തേഡ് വളരെ വിശദമായിട്ട് മാത്തമാറ്റിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ മാത്തമാറ്റിക്സിൻ്റെ ഒരു ഏരിയയിൽ ഞാൻ ആ ഒരു ഭാഗത്ത് ഇതാക്കിയിട്ടുണ്ട്. അതന്നെ നമുക്ക് വീഡിയോ ആവശ്യമുണ്ട്. മെത്തേഡൊന്നും സെയിം അല്ല, ഇവിടെ ജസ്റ്റ് വേരിയബിൾസ് മാത്രം. നമ്മളവിടെ എക്സും വൈ എല്ലാം വെച്ചിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. ഇവിടെ കുറച്ച് വേരിയബിൾസ് കുറച്ച് മാറി, ഇവിടെ ടിയും എക്സ്പോണൻ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് മാത്രമല്ല. പക്ഷേ മെത്തേഡ് മാറിയില്ല, മെത്തേഡ് ഈസ് എക്സാക്ട്ലി ദ സെയിം. ഐലേറ്റ് മെത്തേഡ് പറയുന്നത് ഇതിൽ രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ എടുക്കണം. അത് ഏത് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്, സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണെന്ന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു റൂളാണ് ഐലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്ത് ഐ എന്ന് പറയുന്നത് ഇൻവേഴ്സ്, ഈ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, അജാതി ഐറ്റംസ്, ലോഗ്, ലോണ്, എനിത്തിങ്. ആൽജിബ്ര, ഈ ടി ഒക്കെ ആൽജിബ്രയാണ്. ടി, എക്സ് സ്ക്വയർ, ടി സ്ക്വയർ, വൈ സ്ക്വയർ, z⁻⁴, ഇതെല്ലാം എന്താണ്, ദിസ് ആർ ഓൾ ആൽജിബ്ര. ടി എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രി, സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്ക്, ഓൾ ദോസ് വെറൈറ്റി സാധനങ്ങൾ. പിന്നെ ഇതിൽ ബേസിക്കലി ലാസ്റ്റ് എക്സ്പോണൻ്റ് ആണ് ലാസ്റ്റ് സെക്കൻഡ് ഫംഗ്ഷൻ. അങ്ങോട്ടേക്ക് പോകുന്നവർ സെക്കൻഡ് ഫംഗ്ഷനിലെ പ്രയോറിറ്റി കൂടുന്നത്. എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, ഇത് രണ്ടും ഫിക്സ്ഡ് ആണ്. അതായത് നിങ്ങളൊരു ഫംഗ്ഷനിൽ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ് ഏത് ഫംഗ്ഷൻ കൊടുത്താലും അതിൽ ഒന്ന് കണ്ണും പൂട്ടിയിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ കൊടുക്കുക, അതിൻ്റെ അപ്പുറത്തിലെ സാധനത്തിന് സെക്കൻഡ് ഫംഗ്ഷൻ കൊടുക്കുക. എക്സ്പോണൻ്റ് ഏതിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് കണ്ണും പൂട്ടിയിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് കൊടുക്കുക, മറ്റേ ഫംഗ്ഷന് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ ഓൾറെഡി സെക്കൻഡ് ഫംഗ്ഷൻ കണ്ടല്ലോ, അപ്പോൾ ഇത് ഓൾറെഡി കണ്ണും പൂട്ടി സെക്കൻഡ് ഫംഗ്ഷൻ. ഒബ്വിയസ്ലി അപ്പോൾ ദിസ് ടി ഷുഡ് ബി ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണമെങ്കിൽ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അത്രയും അതിൻ്റെ ഡി സംതിങ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ചെയ്യേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ വളരെ വിശദമായിട്ട് തന്നെ ഇതിലാകെ നിങ്ങൾ നോക്കി നോക്കുക, എന്ത് കോമഡിയാണ് ഇത്. 2 സ്റ്റെപ്പിൽ ഇൻ്റഗ്രേഷൻ മൊത്തം തീർത്ത്. ഞാനിവിടെ ഒരു മൊത്തം പേജ് ഇതും പോലെ ഇത്ര എഴുതിയിട്ടുണ്ട്. 2 പേജ് എഴുതി ഞാൻ ഒരു 3 സ്റ്റെപ്പിൽ ഡെറിവേഷൻ തീർത്ത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ലെവലിൽ എത്തുമ്പോൾ എന്താണ് ആളുകൾ വിചാരിക്കുക, കോളേജിലെല്ലാം എത്തുമ്പോൾ ഒന്ന് ഒരുപാടൊന്ന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടോ, പ്ലസ് ടുവിലൊന്നും നമുക്ക് എന്താണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ എത്തുമ്പോൾ എന്താ അവർ വിചാരിക്കും, ഇത് നിങ്ങൾക്ക് അറിയാലോ, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓരോ ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്, ചിലപ്പോൾ ഇൻ്റഗ്രേഷനൊന്നും മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റാത്ത ഒരാൾക്ക്, അത് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഇതെങ്ങനെയാണ് ഇത് പോട്ടെ, ഈ ഒരു കൺഫ്യൂഷൻ ഞാനിപ്പോൾ തീർത്താൽ ഇതെങ്ങനെ n0/λ എന്നല്ല. പക്ഷേ ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ ആയി വന്നതിൽ ഒരു ഐഡിയയും കിട്ടുന്നുണ്ടാവില്ല. സോ ബേസിക്കലി എന്താണ്, ഐ വുഡ് ലൈക്ക് ടു ഡിറൈവ് ഇറ്റ്. ദിസ് എ വെരി ബ്യൂട്ടിഫുൾ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ. ഇതിൽ ഒരു ഫിസിക്സും ഇല്ല, കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സ് ആണ്, കംപ്ലീറ്റ്ലി ഇൻ്റഗ്രേഷനാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവററ്റ് തിങ്സ് ആക്ച്വലി. ബൈ പാർട്സ് മെത്തേഡൊക്കെ ഒരു നൊസ്റ്റാൾജിയായിട്ട് മാറുന്നുണ്ട് എനിക്കിപ്പോൾ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഈസ് ബിക്കം വെരി ഫേവറേറ്റ്. ഒരു മൈനസ് ഞാൻ എവിടെയായിരുന്നു മൈനസ്, ഇവിടെയില്ല മൈനസാണ് കേട്ടോ. ഞാൻ മൈനസ് ഇനി എവിടുന്ന കയറ്റി വന്നതെന്ന് ചോദിക്കരുത്. മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട്, എല്ലാ സ്റ്റെപ്പിലും മൈനസ് പുറത്ത് ഇടുക. മൈനസ് 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 ഇവിടെ പോയി മൈനസ് 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 മൈനസ്. ഓക്കെ, പല ആൾക്കാർക്ക് ചിലപ്പോൾ ഇപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഇതെങ്ങനെ പോസിറ്റീവ് ആയിരുന്നില്ല. പക്ഷേ ഞാൻ പോട്ടെ, ഞാൻ സസ്പെൻസ് പോകുന്നില്ല. സസ്പെൻസ് ചിലപ്പോൾ പോയിട്ടുണ്ടാവും ചില ആൾക്കാർക്ക് കത്തിയിട്ടുണ്ടെങ്കിൽ. -n0/λ. ഞാൻ ഇനി ഇവിടെ ബൈ പാർട്സ് മെത്തേഡ് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വേറെ പെന്നുണ്ടോ? യെസ്, എൻ്റെ അടുത്ത് റെഡ് പെന്നുണ്ട്. ഞാനിതിനിങ്ങനെ കഷ്ടപ്പെടുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ
ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇവിടെ അപ്പോൾ എന്താണ് ഇവിടെ ആക്ച്വലി അപ്പോൾ ലിമിറ്റ് ഇവിടെ നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഇതെന്തെന്നാ ഇത് പെന്നി മഷ്യം വരുന്നില്ലല്ലോ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ ഈ എന്താണ് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. നമുക്ക് ഇത് ആദ്യം ഇൻഡെഫിനിറ്റ് ആയിട്ട് ആദ്യം ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ബൈ പാർട്സ് ചെയ്ത് എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് ലിമിറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് പോകും. ഇവിടെ നിന്ന് ആക്ച്വലി ലിമിറ്റ് വേണ്ട. നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ട് അല്ലെങ്കിൽ വെറുതെ കൺഫ്യൂഷൻ ആയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം വെറുതെ കൺഫ്യൂഷൻ ഒഴിവാക്കേണ്ടിയിട്ട് ആദ്യം സാധനം ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ലിമിറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. സോ തൽക്കാലത്തേക്ക് ഇൻ്റഗ്രൽ അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി ടി. കാരണം ഇവിടെ എന്താ ടീൻ്റെ ടേംസിലാണ്, അവിടെ ഒരു ഡി ടി എഴുതാം. ഡി ടി മൈനസ് N0 ലാംഡ ടി ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക, ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സും ഇ റേസ് ടു എക്സ് ആണ്. ഇനി ഇൻ്റഗ്രൽ ഇ റേസ് ടു 5x ആണെങ്കിൽ ഇ റേസ് ടു 5x തന്നെ വരും. പക്ഷേ 5x ആ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വന്നെന്ന് അറിയാത്ത ആൾക്കാർക്ക് എന്താ ഒരു ചെറിയ കുഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഒരു 5x = t എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് അപ്പോൾ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി എന്നാവും. പിന്നെ മറ്റേ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു 1/5 dt എന്നുണ്ടാവും = dx. ഇവിടെ ഒരു dx ആണെങ്കിൽ അപ്പോൾ ഒരു 1/5 ഉണ്ട്. അപ്പോൾ 1/5 ഇൻറ്റു ഇ റേസ് ടു ടി. അപ്പോൾ 1/5 ഇൻറ്റു ഇ റേസ് ടു ടി എന്നൊക്കെ 5x ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇ റേസ് ടു 5x/5 അങ്ങനെയാണ് ബേസിക്കലി വരുന്നത്. അതേപോലെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് ലാംഡ ടി എന്ന് പറയുന്നത് ബേസിക്കലി ഇ റേസ് ടു മൈനസ് ലാംഡ ടി തന്നെ. പക്ഷേ എന്താണ് ആ ഒരു മൈനസ് ലാംഡ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. എന്താണോ ഇവിടെ ആ ഒരു വേരിയബിളിൻ്റെ ഒപ്പരയിലെ കോഎഫിഷ്യൻ്റ് അതിൻ്റെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. മറ്റേത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ഡിവൈഡ് ചെയ്യണം. ആ കോഎഫിഷ്യൻ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. മൈനസ് ലാംഡ അതെങ്ങനെയാണ് വന്നത്, അതെങ്ങനെയായിരിക്കും അത് വന്നിട്ടുണ്ടോ മൈനസ് യൂസിങ് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ ഇൻ്റഗ്രേഷൻ മെത്തേഡ് മൈനസ് ലാംഡ. ഓക്കെ, ടി ഇൻറ്റു ഇ റേസ് ടു ഞാനൊരു പഠിക്കുന്ന ഇ റേസ് ടു മൈനസ് ലാംഡ ടി ഡിവൈഡഡ് ബൈ ഒരു മൈനസ് ലാംഡ ഉണ്ട്. ഓക്കെ ഫൈൻ. ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഇൻറ്റു ഇതൊരുപാട് പേഷ്യൻ്റായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. അതായത് ഒരുപാട് നമ്മൾ മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് സോൾവ് ചെയ്യുക. മാത്തമാറ്റിക്സ് ഇസ് ഓൾ അബൌട്ട് എ ഗെയിം ഓഫ് പേഷ്യൻസ്. ലൈഫിൽ ഞാൻ ഇത്രത്തോളം എന്താണ് ഞാൻ പേഷ്യൻസ് പഠിച്ച ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫ്രം മാത്തമാറ്റിക്സ്. സോ അതൊരു ലൈഫ് ലെസൺ കൂടിയാണ്. നമുക്ക് ഒരുപാട് എന്താണ് തിരക്കിട്ടിട്ട് ഒരു മാത്സിനെ കുറിച്ച് സോൾവ് ചെയ്യാനല്ല. യു ഹാവ് ടു ടേക്ക് അവർ ഓൺ ടൈം. യു ഹാവ് ടു ഷോ പേഷ്യൻസ്, യു ഹാവ് ടു ഷോ ഹ്യൂമിലിറ്റി, യു ഹാവ് ടു ഷോ ദറ്റ് ഹംബിൾനെസ്. ചിലപ്പോൾ തോറ്റ് തുന്നം പാടിപ്പോൾ അവസാനം ഇതെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഇനിയിപ്പോൾ അവസാന സ്റ്റെപ്പിൽ ഞാൻ മൂജിപ്പോൾ എൻ്റെ കഥ മൊത്തം കഴിഞ്ഞില്ലേ. ദാറ്റ് വുഡ് ബി റിയലി വെരി സാഡ് എൻഡിങ് ഫോർ മീ. എനിക്കത്ര ഹാപ്പി എൻഡിങ് ആയിരിക്കില്ല. പക്ഷേ എന്നാൽ പോലും എന്താണ് ഞാൻ ഇന്നലെ എന്താണ് ഞാനിത് സോൾവ് ചെയ്തപ്പോൾ ലാസ്റ്റ് എനിക്ക് ഫൈനൽ ആൻസർ കിട്ടിയിട്ടില്ല. എനിക്ക് എങ്ങനെ തലകുത്തി വന്നിട്ട് എനിക്ക് N0/λ കിട്ടുന്നില്ല. ഇന്ന് പക്ഷേ ഞാൻ വീണ്ടും ഒന്ന് പേഷ്യൻ്റായിട്ട് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ഫൈനൽ ആൻസർ എൻ്റെ വകുപ്പ് കാണുന്നുണ്ട്. എനിക്ക് N0 പോസിറ്റീവ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. സോ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോകാം. ചിലപ്പോൾ എന്താണ് ആൻസർ ചിലപ്പോൾ റെഡി. ഞാനിപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എനിക്ക് ലാസ്റ്റ് -N0/λ എങ്ങനെ പറഞ്ഞിട്ട് ആ മൈനസ് എങ്ങനെയാണ് പോസിറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ ഞാൻ ഫെയിൽ ആയിപ്പോയി. ഞാൻ കംപ്ലീറ്റ്ലി ഇന്നലെ ഫെയിൽ ആയിപ്പോയി. ഞാൻ പക്ഷേ ഇന്നൊന്നും കൂടി ഒന്ന് രാവിലെ എണീച്ചിട്ട് ചെയ്തപ്പോൾ എനിക്കൊന്നും കൂടി ഒന്ന് ഫ്രഷ് മൈൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് മാത്തമാറ്റിക്സ്. ഐ വുഡ് സേ ഇറ്റ് ഈസ് എ വെരി പേഷ്യൻറ്റ് ഗെയിം. സോ ഇൻ്റഗ്രൽ ഈ d/dt ഓഫ് ടി എന്ന് പറയുന്നത് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് ലാംഡ ടി. ഞാൻ വീണ്ടും അതേ സാധനം തന്നെ, അതായത് ഇവിടെ എന്താണ് ഇതിൻ്റെ ആൻസർ ചെയ്ത് അതന്നെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. വെറുതെ നിങ്ങൾ എന്താണ് പിന്നെ ഇൻ്റഗ്രേഷൻ ഒന്ന് ചെയ്യാൻ നിൽക്കുകയൊന്നും വേണ്ട. കാരണം ഇതേ സെയിം സാധനമാണല്ലോ വീണ്ടും ഇവിടെ ചെയ്യുന്നത്. സോ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ 2-in-1 കോംബോ ഓഫറാണ്. വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇ റേസ് ടു മൈനസ് ലാംഡ ടി ബൈ മൈനസ് ലാംഡ. ഇനി 1 ഇൻറ്റു ചെയ്തിട്ട് ഇവിടെ വീണ്ടും നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഇനിയും ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കണം. നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു ഇൻ്റഗ്രൽ കിടപ്പുണ്ട്, ഒരു ഡി ടി. ആക്ച്വലി ലിമിറ്റ് ഇടാൻ ആയിട്ടില്ല. പോട്ടെ, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് ഇടാം. -M0 ഇൻറ്റു ലാംഡ ഇൻറ്റു ഇവിടെ ഒരു മൈനസ് ഞാൻ ഇവിടെ എഴുതി മൈനസ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ടി ബൈ ലാംഡ. ഓക്കെ മൈനസ്. ഓക്കെ ഫൈൻ. മൈനസ് ഓഫ് ഇവിടെ ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുന്ന ടൈമിൽ 1 ഇൻറ്റു ഈ സാധനം എന്തായാലും ഇത് തന്നെ ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് ലാംഡ ടി ബൈ മൈനസ് ലാംഡ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഇത് ഇൻ്റഗ്രേറ്റ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. വീണ്ടും ഒന്നും കൂടി ഇൻ്റഗ്രൽ എടുക്കണം. അപ്പോൾ വീണ്ടും ഒന്നും കൂടി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇ റേസ് ടു മൈനസ് ലാംഡ ടി ബൈ മൈനസ് ലാംഡ ഇൻറ്റു വീണ്ടും ഒരു -1/λ എന്ന് വരും. അതെ, വീണ്ടും ഒരു മൈനസ്, അതായത് സെയിം സാധനം തന്നെ
പക്ഷേങ്കിൽ ഓൾറെഡി ഒരു മൈനസ് ലാംഡ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത്. ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വീണ്ടും ഒരു -1/λ എന്ന് വരും. അപ്പോൾ ഈ മൈനസും കട്ട് ലാംഡ ഇൻറ്റു ലാംഡ ലാംഡ സ്ക്വയർ എന്ന് വരും. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, വി കൻ സേ മൈനസും ക്യാൻസൽ, എന്നിട്ട് അത് പ്ലസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അതെന്തായിട്ട് മാറി? അത് ഇവിടെ ഈ ഒരു സ്റ്റെപ്പിലൂടെ അത് കണ്ടോ, ഇവിടെ പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ബിക്കംസ് പ്ലസ്, ബിക്കംസ് പോസിറ്റീവ്. അത് കട്ടായി പോയിട്ട് ഇവിടെ പോസിറ്റീവായിട്ട് മാറി. ഇവിടെ ലാംഡ ഇൻറ്റു ലാംഡ ലാംഡ സ്ക്വയർ എന്നായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാം. ഇവിടെ മൈനസ് എന്നല്ല, ഇതൊരു -x പ്ലസ് y എന്നുള്ള ഫോർമാറ്റ്. അപ്പോൾ നമുക്ക് ഇതിനെ ഫസ്റ്റ് പോസിറ്റീവ് പിന്നെ മൈനസ് ഈ സാധനം എന്നുള്ള ടേംസിൽ എഴുതാം. അപ്പോൾ -n0 ലാംഡ, അപ്പോൾ എന്താ പിന്നെ ഓക്കെ, അതപ്പോൾ ഇവിടെ എന്തായാലും പ്ലസ് ആയിട്ടുണ്ട്. സോ ആദ്യം e⁻ λ/λ ഫസ്റ്റ് പോസിറ്റീവ് മൈനസ് ഈ സാധനം t ഇൻറ്റു e⁻ λt/λ വിത്ത് ലിമിറ്റ്സ് 0 to ∞. ഇനി നമുക്ക് ലിമിറ്റ്സ് ഇട്ട് കൊടുക്കാം. -n0 ഇൻറ്റു ലാംഡ ഇൻറ്റു e⁻ λt/λ² മൈനസ് t ഇൻറ്റു e⁻ λt/λ. ഇനി ഇത് പ്യുവർ മാത്തമാറ്റിക്സിൻ്റെ കളിയാണ്. നമ്മൾ ഇനി ഇൻഫിനിറ്റി 0ക്ക് ഓരോന്ന് ലിമിറ്റായിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. സോ ഞാനിവിടെ ചെയ്യുന്നത് -n0 ഇൻറ്റു ലാംഡ ഇൻറ്റു, ഒരു കാര്യം ചെയ്യാം, ഈ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്ന മുമ്പ് ഫസ്റ്റ് ഈ രണ്ടിൽ ഒരു ലാംഡ കോമണായിട്ട് പുറത്തേക്ക് എടുക്കും. അപ്പോൾ 1/λ ഇൻറ്റു, ഇവിടെ ഇനിയിപ്പോൾ λ² ലാംഡ മാത്രമേ ബാക്കിയുള്ളൂ, ഇവിടെ ലാംഡയിൽ 1 മാത്രമേ ബാക്കിയുള്ളൂ. 1/ഇത് λ², 1/ഇത് ഇത്, അപ്പോൾ ഇവിടെ ലാംഡ വരും. സോ ഞാൻ 1/λ തന്നെ കോമണായിട്ട് പുറത്തേക്ക് എടുത്ത് ഈ ലാംഡയും കൂടി ക്യാൻസൽ ചെയ്ത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത്. സോ -n0 ഇൻറ്റു e⁻ മൈനസ് t e⁻ λt, ഓക്കെ, വിത്ത് ലിമിറ്റ് 0 to ∞. ഇനി -n0 ഇൻറ്റു, മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട്, മൈനസ് എന്തിനാണ് കാണിക്കുന്നത്? സാധനം സബ്സ്റ്റൻസ് കുറയുന്നുണ്ട്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്റ്റൻസ് ഡിക്രീസിനെ കാണിക്കേണ്ടിയിട്ടാണ് മൈനസ് കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ലിമിറ്റ് ഇട്ട് കൊടുക്കാം. എവിടെ ഇട്ട് കൊടുക്കേണ്ടത്? ടീനാണ് ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നത്. e⁻ ഇൻറ്റു t/∞ ഡിവൈഡ് ബൈ ലാംഡ. ഇത് കണ്ടിട്ട് നമ്മൾ ബേജാറാവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇതാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ആക്ച്വലി മാത്തമാറ്റിക്കലി ഇതിപ്പോൾ എന്താണ് 0 ആയി, ഇപ്പോൾ കട്ടായി പോയത്. മൈനസ് എന്താണ് ടി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ഇൻറ്റു e⁻ ഇൻറ്റു t/∞ ഡിവൈഡ് ബൈ 1. ഇവിടെ എന്താണ്, ഇവിടെ ആക്ച്വലി നമ്മൾ നോക്കിയാൽ എന്താണ്, ഇപ്പം ഞാൻ തീർത്ത് തരാം. ഇതിൻ്റെ പണി ഇപ്പം ഞാൻ കഴിച്ചു തരാം. മൈനസ് എന്താണ്, ഇതിൻ്റെ ലോവർ ലിമിറ്റ് e⁻ ഇൻറ്റു t/0 ഡിവൈഡ് ബൈ ലാംഡ. ഇതിപ്പോൾ ഈ ഒരു e⁻0 എന്ന് വരും, ഡിവൈഡ് ബൈ ലാംഡ മൈനസ് t/0 ഇൻറ്റു ഇവിടെ ഇതെന്തായാലും ഇപ്പോൾ ഈ ടേം മൊത്തം 0 ഇപ്പോൾ 0 ഇൻറ്റു e⁻ ഇൻറ്റു 0 ഡിവൈഡ് ബൈ 1. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? -n0 ഇൻറ്റു എന്തായാലും എനിത്തിങ് മൾട്ടിപ്ലൈ വിത്ത് ഇൻഫിനിറ്റി എന്തായാലും മൈനസ് സൈൻ, ഇത് ലാംഡ ഇൻറ്റു ഇൻഫിനിറ്റി ഒരു മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ e⁻ ബൈ ലാംഡ മൈനസ് ഇവിടെ എന്തുണ്ട്? ഇതും ലാംഡ ഇൻറ്റു ഇൻഫിനിറ്റി ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, e⁻ എന്ന് വരും. e⁻ കഥ പറയാം. e⁻ ഗ്രാഫ് ഇങ്ങനെ പോകുന്നത്, അതായത് ഇൻഫിനിറ്റിയിലോട്ടേക്ക് വെൻ ലിമിറ്റ് എന്താണ് x ടെൻസ് ടു ഇൻഫിനിറ്റി, നമ്മളെ സാധനം ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. പക്ഷേ നിങ്ങൾ ഇത് ആലോചിച്ചു, ഇതൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കേസാണല്ലോ. മൈനസ്, അതായത് ലിമിറ്റ് ലിമിറ്റ് x ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് കുറഞ്ഞ് കാണുന്നില്ല നിങ്ങൾ, അതായത് ഇതിങ്ങനെ കുറഞ്ഞ് ലാസ്റ്റ് 0യിലേക്ക് എത്തുന്നുണ്ട്, ഒരു അറ്റ് എ ടൈം 0യിൽ എത്തിപ്പോകുന്നുണ്ട്. സോ ദിസ് ബിക്കം 0. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് കേസാണല്ലോ. ഇനി -x കേസാകും. -x നേരെ ഇവിടെ ഒരു കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ റിഫ്ലക്ഷൻ കാണും, ഇങ്ങനെ ആയിരിക്കും വരിക. ഇത് ഇൻഫിനിറ്റി, ഇത് -∞. അപ്പോൾ ലിമിറ്റ് ഇത് e⁻x ഗ്രാഫ്, അതായത് e⁻x എന്ന് പറയുമ്പോൾ 1/e⁻x ഗ്രാഫ്. x ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ, x ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ, ഇത് കുറഞ്ഞ് ലാസ്റ്റ് 0യിൽ എത്തിപ്പോകുന്നുണ്ട്. ദിസ് ബിക്കം 0. ഈ ലിമിറ്റ് x ടെൻസ് ടു -∞ e⁻x ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്നതോറും ഗ്രാഫ് മുകളിലോട്ടേക്കാണ് പോകുന്നത്. സോ ഇൻഫിനിറ്റി.
ഈ കേസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യും, അതായത് ലിമിറ്റ് അപ്പോൾ ഞാൻ ബേസിക്കലി പറഞ്ഞിരുന്നത് e⁻⁻∞ 1/e⁻∞ എന്ന് പറയുന്നത് ബേസിക്കലി 0 ആണ്. ഇതാണ് ബേസിക്കലി ഗ്രാഫിക്കൽ അനാലിസിസ്, അതുകൊണ്ടാണ് 0 ആയിപ്പോയത്. ഓക്കെ, സോ അതെന്താണ് e⁻⁻x എനിക്ക് വേണ്ടിക്കൽ 1/e⁻x എന്ന് എഴുതാം. e⁻∞ 1/e⁻∞ ദാറ്റ് ബിക്കംസ് 0. ഞാൻ എങ്ങനെ കാണിച്ചു? ഞാൻ ഗ്രാഫ് വെച്ചിട്ട് കാണിച്ചു അതെങ്ങനെ 0 ആയി പോയെന്നില്ല. സോ ഇത് 0 ആയിപ്പോയി. 0 ഇൻറ്റു എനിത്തിങ് 0, ബൂം, അത് പോയിപ്പോയി. ഈ സാധനം കംപ്ലീറ്റ്ലി 0 ആയിപ്പോയി. ഇൻഫിനിറ്റിക്ക് ഒന്നും ഇവിടെ പ്രത്യേകിച്ച് സാധനമല്ല. 0 ഇസ് ദ കിങ് ഹിയർ. 0 എന്താണ് ഇൻഫിനിറ്റീനെ പോലെ തോപ്പിച്ച ആൾ ഞാൻ ആക്ച്വലി ഇതൊരു സ്പെഷ്യൽ കേസാണ്, കാരണം ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് ബേസിക്കലി. പക്ഷേങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ വി ജസ്റ്റ് മേഡ് ഇറ്റ് 0 ഇൻറ്റു ദിസ് 0. കാരണം ഇൻഡിറ്റർമിനേറ്റ് ഫോംസിൽ 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്നുള്ളത് ആക്ച്വലി നോട്ട് ഡിഫൈൻഡ് കേസാണ്. പക്ഷേ ഈ ഒരു കേസിൽ സ്പെഷ്യൽ കേസിൽ അത് നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്ത് e⁻∞ വീണ്ടും ഇതാ, അതായത് നമുക്ക് ഇതിനെ 1/e⁻∞ ഇൻറ്റു ഇവിടെ ഒരു 1/λ ഉണ്ടല്ലോ, 1/λ e⁻∞ എന്തായാലും 0. e⁻∞ അല്ല, 1/e⁻∞ എന്തായാലും 0. അപ്പോൾ 0 ഇൻറ്റു 1/λ ഇതും 0 ആയിപ്പോയി. അപ്പോൾ ഇവിടെ 0 - 0 ബേസിക്കലി ദിസ് കംപ്ലീറ്റ് ടേം ബിക്കം 0 - 0 എന്നായിട്ട് മാറി. ഇത് ഇൻഫിനിറ്റീൻ്റെ കഥ മാത്രം. ഇനി ഇവിടുത്തെ കഥ നമുക്ക് നോക്കി നോക്കാം. e⁻∞ ഇൻറ്റു 0 അല്ല, സോ e⁻0 ഡിവൈഡ് ബൈ λ. നമുക്കറിയാം എനിത്തിങ് റേസ് ടു 0, 1/0 1, 0/0 നോട്ട് ഡിഫൈൻഡ് ആണ് ബേസിക്കലി. പിന്നെ 1/∞ ഇതൊക്കെ പോട്ടെ. പക്ഷേങ്കിൽ ഇനി അതൊക്കെ വെച്ചിട്ട് ബാക്കി എന്താണ് 5/0 1, പിന്നെ 3/0 1, 1/2/0 1, x/0 1. അപ്പോൾ അതേപോലെ തന്നെ e⁻0 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല 2.71 സംതിങ് ഒരു നമ്പറാണ്, അതും (0 = 1). സോ e⁻0 ഇസ് ഗോയിങ് ടു ബി 1. അതേപോലെ ഇവിടെ നമ്മൾ കണ്ട എന്താ, ഇവിടെ എന്തായാലും ഈ സാധനം ഞാൻ പറഞ്ഞില്ല 0 ആയി പോയി. ബൂം, 0 ഇൻറ്റു ദിസ് തിങ്, ബൂം, 0 ഡിവൈഡ് ബൈ 1 0. e⁻0 ബൈ λ -0. പെർഫെക്റ്റ്. ഓക്കെ -n0 ഇൻറ്റു ഞാൻ പറഞ്ഞാൽ ഇത്, അതായത് നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താണ് ഇപ്പോൾ 0 ഇൻറ്റു അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ ആക്ച്വലി വേറൊരു ബ്രാക്കറ്റാണ്, ഇങ്ങനെ വലിയൊരു പുറത്തൊരു ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ഈ ചെയ്ത കംപ്ലീറ്റ് സാധനത്തിൻ്റെ അത് വെച്ചിട്ടാണ് ഈ n0നെ മൾട്ടിപ്ലൈ ഉണ്ട്. ഇവിടെ ബ്രാക്കറ്റ് എഴുതിയിൽ എന്നോട് ക്ഷമിക്കുക, എവിടെയൊക്കെയാണ് ഇവിടെ കംപ്ലീറ്റ് ഒരു മുന്നിലൊരു വലിയൊരു ബ്രാക്കറ്റ് ഉണ്ട്. ഓക്കെ, ദിസ് ഞാൻ കാണിച്ചിട്ടില്ല, ഇത് വലിയൊരു ബ്രാക്കറ്റാണ്. അതിൻ്റെ ഉള്ളിലത്തിലെ എന്താണ് അത് ചെയ്തിട്ട് മാത്രമേ n0 വെച്ചിട്ട് അതായത് ഇതിനുള്ളിലത്തിലുള്ള എന്താണ് ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ സാധനം ചെയ്ത് തീർക്കുക, എന്നിട്ട് അതിനെ ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ. ഇത് ഏതാണ്? ഇത് ബോർഡ് മാസ് റൂളാണ്. ബോർഡ് മാസിൽ ഫസ്റ്റ് ബ്രാക്കറ്റാണ് ചെയ്യുക. ബ്രാക്കറ്റ് ചെയ്തിട്ടാണ് ബോർഡ് മാസ്, പിന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റ് ദെൻ മൾട്ടിപ്ലിക്കേഷൻ. സോ ഇത് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക ഈ പറയുന്നത്, എന്നിട്ട് ഇനി കിട്ടുന്നൊരു ആൻസർ ഉണ്ടോ അല്ലെങ്കിൽ ഫുള്ള് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അത് വെച്ചിട്ട് ഈ -n0നെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ ഇപ്പം എന്തെങ്കിലും ബാക്കിയില്ല, സ്റ്റെപ്പ് ഒരുപാട് കോംപ്ലിക്കേഷൻ ആവുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. -n0 ഇൻറ്റു 0 ഇൻറ്റു 1/λ ഇത് 0 ആയിപ്പോയി. -∞ ഇൻറ്റു 0 ഇത് തൽക്കാലത്തേക്ക് നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. സോ ഒരു സ്പെഷ്യൽ കേസ് മാത്രം. 0 - 0 ഇവിടെ 0 - 0 എന്ന് വന്ന് പിന്നെ മൈനസ് ഇവിടെ എന്താ 1/λ -0, അതായത് 1/λ എങ്ങനെയാണെന്ന് e⁻0/λ എന്നായിരുന്നു. e⁻0 1, അപ്പോൾ അങ്ങനെ 1/λ -0. അപ്പോൾ 0 - 0 -1/λ -0. അപ്പോൾ 0 - 0 0 മൈനസ് 1/λ -0 1/λ. അപ്പോൾ 0 മൈനസ് എനിത്തിങ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി മൈനസ് ആ സാധനം -1/λ ആണല്ലോ. -n0 ഇവിടെ ഓൾറെഡി പുറത്തുണ്ട്. ഇൻറ്റു ഇവിടെ 0 - 1/λ -1/λ. നിങ്ങളെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് വന്നു എവിടെ ആ മൈനസ് എങ്ങനെ കട്ടായിപ്പോയി, മൈനസ് ഇങ്ങനെ കട്ടായിപ്പോയി. ബൂം, ഫൈനലി അവർ ആൻസർ ബിക്കംസ് n0/λ. ആൻസർ ഡെറിവേഷൻ ഈസ് ഓവർ. n0/λ. ഇതിൽ ആക്ച്വലി കുറച്ച് ആംബിഗ്വിറ്റി ഉണ്ട്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഇവിടെ ഒരു മൈനസ് ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നുണ്ട്, ഇവിടെ ഒരു -1 എന്ന് എഴുതിയിട്ട് ലാംഡ കട്ട് ലാംഡ വന്നല്ല, ലാംഡയും ലാംഡ² കട്ട് ഇത് വന്ന. പക്ഷേ ഇവിടെ മൈനസോ ഇങ്ങനെ ഇവിടെ പോസിറ്റീവ് എന്ന് ഇവിടെ അവർ കാണിക്കുന്നില്ല. ഞാൻ ആക്ച്വലി അത് കാണിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് സ്റ്റെപ്പ് മുതലേ എന്താണ് തുടക്കം മുതലേ കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അതെങ്ങനെ ഈ മൈനസ് ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്, ഇറ്റ് ഷോസ് ഡിക്രീസ്. ആ ഡിക്രീസ് ഇതിനെ എന്താണ് അതിനെ പോസിറ്റീവ് ആക്കി, രണ്ടും കൂടി മൈനസ് ആയിപ്പോയി. ഫൈനൽ ആൻസർ n0/λ. അപ്പോൾ എന്താണ് അതിൻ്റെ ചെറിയൊരു ഇതും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് മീൻ ഹാഫ് ലൈഫ് കിട്ടിയിട്ടില്ലല്ലോ, നമ്മൾ ജസ്റ്റ് ടോട്ടൽ ലൈഫ് ടൈമിലാണ് കണ്ടുപിടിച്ചില്ല. അപ്പോൾ മീൻ ലൈഫ് ടൈം ഇസ് ഈക്വൽ ടു
ടോട്ടൽ ലൈഫ് ടൈം നമ്മൾ ഇപ്പം കിട്ടിയിരിക്കുന്നത് അതിൻ്റെ നമ്മൾ ഇത്രക്കാരും വലിയ ഡെറിവേഷൻ അതിന് വേണ്ടിയിട്ട് ചെയ്തത് n0/λ ഡിവൈഡ് ബൈ നമ്മൾ അതായത് ആവറേജ് കാണുമ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ എത്രയാണ് n0. കട്ടാണല്ലോ, കട്ട് ലാംഡ. അപ്പോൾ ഇതൊരു a/b/c ആണ്. അപ്പോൾ ടോ ഇസ് ഈക്വൽ ടു ഇവിടെ 1/λ മാത്രമേ ബാക്കിയിൽ ടോ ഇസ് ഈക്വൽ ടു 1/λ. n0 കട്ട്, a/b/a ആണെങ്കിൽ കട്ട്, എയും കട്ട്, 1/b മാത്രമായിട്ട് ബാക്കി വരും 1/λ. സോ വി നോ mean half life is the inverse of ഏത് decay constant. So we finally got the final answer. Total lifetime അപ്പോൾ ഇവിടെ ഒരു n0/λ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ n0 ആയിരുന്നു. n0 കട്ട് ടോട്ടൽ, അപ്പോൾ ഫൈനൽ ആൻസർ 1/λ ആണ്. സോ വി ക്യാൻ ഫൈനലി കൺക്ലൂഡ് ദാറ്റ് മീൻ ഹാഫ് ലൈഫ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഇതാണ് decay constant. പെർഫെക്റ്റ് ആൻസർ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഡെറിവേഷനും തീർന്നിട്ടുണ്ട്. ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. സോ നമുക്ക് ഈ ഡെറിവേഷനോടെ സ്റ്റോപ്പ് ചെയ്യാം.